ഹലോ 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 സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഓൾ സെറ്റ്? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? നോക്കിയല്ലോടാ? ഓക്കെ. എടാ ബാക്കി പിള്ളേരൊക്കെ ഇവിടെ ഇന്ന് ആരുമില്ലേ? വേർ ആർ ദ അതേഴ്സ്? ഹായ് ഹിസാന. എന്നും കാണുന്ന കുറച്ച് കുട്ടികളിൽപ്പെട്ട ഒരാളാണ് ഹിസാന. റൈറ്റ്? അയ്യോ ഒന്ന് മൈക്ക് പുറത്തൂടെ ആണല്ലോ. ഓക്കേടാ, ഓൾ സെറ്റ്. Okay. Where are the other peoples? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാമല്ലോ അവരെ. ഹായ് നസ്മി, ഹായ് അശ്വതി. ഹായ് നഹ്ന. എടാ എല്ലാവരെയും വിളിക്കടാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തേ, പെട്ടെന്ന് എല്ലാവരും വിളിച്ചേ. ഫാസ്റ്റ് നമുക്ക് തുടങ്ങണ്ടേ? എടുത്ത് തട്ടിക്കോ, എല്ലാ ഗ്രൂപ്പിലേക്കും തട്ടിക്കോ, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കോ ഏത് ഗ്രൂപ്പിലേക്കാന്ന് വെച്ചാൽ തട്ടിക്കോ പെട്ടെന്ന് കേട്ടോ. ഓക്കെ, ഫാസ്റ്റ്. ഹായ് അസ്ന. ഹായ് അഫ്സീന. സോ നമുക്ക് മെല്ലെ ഇങ്ങനെ തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. റെഡിയല്ലേ? ഓക്കെ, ബാക്കി എല്ലാവരും വന്നോട്ടെ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോടാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ ആണ്. മേ ബി നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരുന്ന ചാപ്റ്റർ ആയിരിക്കും, ബട്ട് അതർവൈസ് എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്റർ, എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക്കലി അല്ലെങ്കിൽ കൺസെപ്റ്റ് വൈസ് കുറച്ച് സിമ്പിളാണ് സാധനം. വലിയ കാര്യമായിട്ട് അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ? ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് at the perihelion P in the figure shown below VP and the sun planet distance SP be RP. Okay, so the relation between RP VP to the corresponding quantities at the aphelion RA VA is. എന്താടാ പറഞ്ഞേ? എടാ നമുക്ക് പെരിഹീലിയൻ അപ്ഹീലിയൻ പോയിന്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പെരിഹീലിയൻ പോയിന്റ് പിയിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? വെലോസിറ്റി VP ആണ്. അപ്ഹീലിയൻ പോയിന്റിൽ വെലോസിറ്റി എത്രയും തന്നിട്ടില്ല അല്ലേ? ഓക്കെ, പെരിഹീലിയനിലെ സ്പീഡ് തന്നിട്ടുണ്ട്. ആൻഡ് സൺ പ്ലാനറ്റ് ഡിസ്റ്റൻസ് SP, ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രടാ? RP എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ദിസ് RP VP ടു ദ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസ് അറ്റ് ദ അപ്ഹീലിയൻ RA VA എന്ന് വെച്ചാൽ എന്താ? ഈ RA എന്ന് പറയുന്നത് എത്രടാ? എത്രയാണ്? ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് RR എന്നെടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടുത്തെ വെലോസിറ്റീനെ നമുക്ക് VS എന്നെടുക്കാം. എടാ ഗ്രാവിറ്റേഷനിൽ നമ്മുടെ കെപ്ലേഴ്സ് ലോ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം മക്കളെ?
എന്താ പറയാം, ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ പ്ലാനറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതേതാ? അതേതാ? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ MVR. സോ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് MA VA RA ഇസ് ഈക്വൽ ടു MA VA വേണ്ട, നമുക്കിവിടെ ക്വാണ്ടിറ്റീസ് വേറെ അല്ലേ. We can write like MP VP RP is equal to MA VA RA എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. സോ വി കൻ റൈറ്റ് MP VP RP is equal to MA VA RA എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? VP RPയും VAയും RAയും തമ്മിലുള്ള റിലേഷനാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? സോ we have the mass of the planets, right? MP MA നമ്മളടുത്ത് മാസ്, പ്ലാനറ്റ്സിൻ്റെ മാസ് നമ്മുടെ കൈ അറിയാം അല്ലേ. രണ്ട് പ്ലാനറ്റുടെ MP VMA എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? പ്ലാനറ്റ്സിൻ്റെ മാസ് എന്താണെടാ? സെയിം ആണ്. അപ്പം നമുക്ക് എന്താ എഴുതാം? VP RP is equal to VA RA എന്ന് എഴുതിക്കൂടെ? ക്ലിയർ? സോ ദ ഓപ്ഷൻ നമ്പർ 1 will be the right answer. Clear? Next questionലേക്ക് പോവുകയാണെങ്കിൽ, what's the next question? Let the speed of the planet at the perihelion P, നമുക്ക് നേരത്തെ അതേ ഫിഗർ ആണ്. അതിൽ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് അറ്റ് ദ പെരിഹീലിയൻ P in the figure shown below be VP and the sun planet distance SPB RP. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് അറ്റ് ദ പെരിഹീലിയൻ നമുക്ക് നേരത്തെ തന്ന പോലെ ഇവിടെ VP ആണ്. ആൻഡ് ദ സൺ പ്ലാനറ്റ് ഡിസ്റ്റൻസ് SP ഈ സാധനം എത്രയും തന്നിട്ടുണ്ട്? RPയും തന്നിട്ടുണ്ട്. വിൽ ദ പ്ലാനറ്റ് ടേക്ക് ഈക്വൽ ടൈംസ് ടു ട്രവേഴ്സ് BAC ആൻഡ് CPB? എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് രണ്ട് പാത്ത് ഉണ്ട്. ഏതാ പാത്ത്? ഒരു പാത്ത് ഇതാണ്, BAC ആണ് പാത്ത്. രണ്ടാമത്തെ പാത്ത് ഏതാടാ? പാത്ത് ഏതാണ്? CPB ആണ്. CPB അല്ലേ? രണ്ട് പാത്ത് ഉണ്ട്, റൈറ്റ്? സോ വി ഹാവ് 2 പാത്ത്സ്. ഒന്ന് ഏതാണ്? BAC ആണ്. രണ്ടാമത്തെ പാത്ത് ഏതാടാ? CPB ആണ്. ക്ലിയർ? അപ്പം നമുക്കറിയാം ആരുടെ ലോ പ്രകാരം മക്കളെ? കെപ്ലേഴ്സ് എത്രാമത്തെ ലോ? സെക്കൻഡ് ലോ അല്ലേ? കെപ്ലേഴ്സ് സെക്കൻഡ് ലോ പ്രകാരം ഈക്വൽ ഏരിയാസ് ആർ സ്വെപ്റ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയ ആണ് എന്ത് ചെയ്യുക? സ്വീപ്പ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എടാ നമ്മൾ പാത്ത് BAC പോണ സമയത്തുള്ള ഏരിയ നോക്കുകയാണ്. സോ SB, ലെറ്റ്സ് ടേക്ക് അനദർ കളർ. ഓക്കെ, SBAC. എടാ ഈ ഏരിയ, ഈ ഏരിയ എന്ന് പറയുന്നത് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇപ്പുറത്തുള്ള ഏരിയ അല്ലടാ, ഇപ്പുറത്തുള്ള ഏരിയ, റൈറ്റ്? ഇപ്പുറത്തുള്ള ഏരിയ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു സൈഡിലുള്ള ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ള പാത്തിനേക്കാളും കൂടുതലാണ്. ഗുഡ് ഈവനിങ്. ഓക്കെ, സോ ഇപ്പുറത്തുള്ള പാത്തിനേക്കാളും എന്താണെടാ? കൂടുതലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ഏരിയാസ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ഏരിയ ഒരു 30 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ എങ്കിൽ ഈ 30 മീറ്റർ സ്ക്വയറിന് T ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഇപ്പുറത്ത് 30 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിനും T ടൈം എടുക്കും. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് 40 മീറ്റർ സ്ക്വയർ ഇറ്റ് ടേക്സ് കൂടുതൽ ടൈം അല്ലേ? ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാടാ? പാത്ത് CPBക്ക് പോകാൻ ആളെന്തെടുത്തിട്ടുണ്ടാവും? അവിടെ ലോങ്ങർ ടൈം എടുത്തിട്ടുണ്ടാവും. ക്ലിയർ? ക്വസ്റ്റ്യൻ എന്താ? പക്ഷേ വിൽ ദ പ്ലാനറ്റ് ടേക്ക് ഈക്വൽ ടൈംസ് ടു ട്രവേഴ്സ് ബോത്ത് ദ വേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? സിംപ്ലി നോ എന്ന് പറയാം. ക്ലിയർ? സോ ഫസ്റ്റ് ഓപ്ഷൻ. ക്ലിയർ? ഓക്കെ, ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇവിടെ 3 ഈക്വൽ മാസസ്, 3 മാസസ് ഉണ്ട്, വിച്ച് ഈസ് ഓഫ് ദ വാല്യൂ M. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാ? നമ്മൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വേർട്ടിസസിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. ABC ആണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആൻഡ് വി ഹാവ് എയിലൊരു പോയിന്റ് ഉണ്ട്, ബിയിലൊരു പോയിന്റ് ഉണ്ട്, സിയിലൊരു പോയിന്റ് ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് 2M? ഓക്കെ, 2M എവിടെ വെച്ചിട്ടുള്ളത്? അറ്റ് ദ സെൻട്രോയിഡ് G ഓഫ് ദ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൽ ഒരു 2M മാസ് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് 2M പ്ലേസ്ഡ് അറ്റ് ദ സെൻട്രോയിഡ് G ഓഫ് ദ ട്രയാങ്കിൾ? ആ സെൻട്രോയിഡ് വെച്ചിട്ടുള്ള ആ 2M മാസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന്. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ വേറെ എന്തും നമുക്ക് തന്നിട്ടുണ്ട്. എടാ ഈ ഡിസ്റ്റൻസസ് തന്നിട്ടുണ്ട്. ഈ മൂന്ന് ഡിസ്റ്റൻസിനും എത്ര മക്കളെ? 1 മീറ്റർ ആണ്. ക്ലിയർ. ക്വസ്റ്റ്യൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണല്ലോ. എങ്ങനെ നമ്മൾ നോക്കാം? എടാ ഇവിടെ സെൻട്രോയിഡിലൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള ഫോഴ്സ്, റൈറ്റ്? സോ വി ഹാവ് എ ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ്, റൈറ്റ്? ശടാ. സോ വി ഹാവ് എ ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ്, അത് ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങോട്ടുണ്ടാവും, ഇങ്ങോട്ട് തന്നെ ഓപ്പോസിറ്റ് വേറൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ ഇവിടെ ആ സെൻട്രോയിഡ് വെച്ചിട്ടുള്ള ആ 2m മാസിൻ്റെ മുകളിലുള്ള ഫോഴ്സ്, റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് നെറ്റ് ഫോഴ്സ് വിൽ ബി 0. ബിക്കോസ് എന്താണ്? 3 സെയിം മാസാണ്, എം അല്ലേ? അപ്പോൾ 3 പേരും സെയിം മാസാണ്. അപ്പം നടുവിൽ വെച്ചിട്ടുള്ള ആ സെൻട്രോയിഡിലുള്ള ആ 2m മാസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണണം? ഈ ഓരോ മാസുകളും ഈ എ പറഞ്ഞ പോയിന്റിലുള്ള മാസ്, ബി പറഞ്ഞ പോയിന്റിലുള്ള മാസ്, സി പറഞ്ഞ പോയിന്റിലുള്ള മാസ്, ഈ ഓരോ മാസുകളും നമ്മുടെ സെൻട്രലിലുള്ള 2m മാസിൻ്റെ മുകളിൽ എത്ര ഫോഴ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ക്ലിയർ? അത് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എഫ് നെറ്റ് 0 ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യടാ? ആ ഫോഴ്സ് നമ്മൾ കാണും. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ചെയ്താലോ? ഓക്കെ. സോ റിസൾട്ടൻ്റ് ഫോഴ്സ് മക്കളെ, നമ്മൾ എങ്ങനെയാണ് കാണുക? റിസൾട്ടൻ്റ് ഫോഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇൻഡിവിജ്വൽ ഫോഴ്സസ് കാണണല്ലേ. സോ സെൻട്രോയിഡിലൊരു സാധനമുണ്ട്. എടാ ഇവിടെ വെച്ചിരിക്കുന്ന ഫോഴ്സ്, ഇതിൻ്റെ മുകളിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാണണം. എയിൽ വെച്ചിട്ടിരിക്കുന്ന മാസ്, ഇതിൻ്റെ മുകളിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കാണണം. ഇവിടെ വെച്ചിട്ടുള്ള മാസ് ഇവിടെ എത്ര ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കാണണം. ക്ലിയർ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കിക്കോ, ഈ മാസ് എമ്മടാ അല്ല വേണ്ട, നമുക്ക് ആദ്യം ആരെ കാണാം? നമുക്ക് എഴുതാം എഫ് റിസൾട്ടൻ്റ്, എഫ് ആർ ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? എഫ് ജി എ എന്ന് വെച്ചാൽ ജി പറഞ്ഞ പോയിന്റും എ പറഞ്ഞ പോയിന്റിലുള്ള ഫോഴ്സ് എഫ് ജി എ പ്ലസ് പിന്നെ എഫ് ജി ബി എന്ന് എഴുതാം. ഓക്കെ, ജിയും ബിയും, പിന്നെ എഫ് ജി സി എന്ന് എഴുതാം. ഓക്കെ, so these are the resultant forces. അപ്പോൾ FGA, FGB, FGC. okay, so these are the resultant forces. FR നമ്മൾ എഴുതി. ഓക്കെ, ഇതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ഇനി ഓരോരുത്തർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. FGA നോക്കി നോക്കടാ. FGA എന്ന് പറഞ്ഞാൽ ഇവിടെ 2m മാസ്, ഇവിടെ m ആണ് മാസ്. അപ്പം നമ്മൾ മാസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? GMM/r² ആണ്. അപ്പോൾ കണ്ടോ, G × M × 2m ഡിവൈഡഡ് ബൈ, എടാ ഈ ലെങ്ത് എത്രയും തന്നിട്ടുണ്ട്? 1 തന്നിട്ടുണ്ട്. സോ വി ഹാവ് 1². എടാ ഇവിടെ നമ്മൾ വേറെ സാധനം കൂടെ നോക്കണം. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലടാ? ഇങ്ങോട്ടായിരിക്കും, റൈറ്റ്? സോ ദിസ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് y ആക്സിസ്. അപ്പം നമ്മൾ എന്ത് എഴുതണടാ? ദിസ് ഈസ് J cap, പോസിറ്റീവ് y ആക്സിസിലേക്കാണ്. ക്ലിയർ? ഇനി നമ്മൾ FGB കാണാം. FGB, എടാ FGB എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫോഴ്സ്. ക്ലിയർ? ഈ ഫോഴ്സിനെ ഞാൻ എന്ത് ചെയ്തു? 2 കോമ്പണൻ്റ് ആക്കി ഞാൻ മാറ്റി. സോ ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും മക്കളെ? ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 30 ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് FGB cos 30 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് FGB sin 30 എന്ന് എഴുതാം. ക്ലിയർ? അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? FGB cos 30 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? FGB cos 30, FGB sin 30 എന്നുണ്ട്. അപ്പം നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ എഴുതാൻ പോകണം. ഹായ് നേഹ. ഓക്കെ, അപ്പം നമ്മൾ FGB എഴുതാൻ പോകണം. FGB എത്ര ആയിരിക്കോടാ? എടാ നിങ്ങൾക്കറിയാം എന്ത് സെയിം ആയിരിക്കും? ഈ GM × 2m, കളർ മാറി, G × M × 2m/1² എന്നുള്ള സാധനം ശരിയാണ്. ഓക്കെ, ഇനി J ക്യാപ്പിൻ്റെ സ്ഥലത്ത് ആര് വരുവാടാ? നോക്കിക്ക്, 2 കോമ്പണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഈ കോമ്പണൻറ്റിലേക്ക്, ലെഫ്റ്റിലുള്ള നമ്മുടെ എക്സിൻ്റെ കോമ്പണൻറ്റിലേക്ക് എത്ര വരും? GMM/1² × cos 30 എന്ന് വരും. എത്രടാ cos 30? വേണ്ട, നമുക്കിങ്ങനെ എഴുതാം. I cap cos 30 അല്ലെങ്കിൽ cos 30 I cap എന്ന് എഴുതാം. അപ്പോൾ cos 30 I cap മൈനസ് അല്ലേ മക്കളെ? നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കല്ലേ? ഇനി നമ്മൾ എന്താ പോവാ? എങ്ങോട്ടാ പോവാ? മൈനസ് cos 30 I. ഇനി ആര് വേണം? താഴോട്ടുള്ള FGB sin θ ഉണ്ട്. അതെന്തായിരിക്കും? GMM/1² × sin 30 ആണ്. sin 30 നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, നോക്കാം. ഓക്കെ, വാല്യൂ നമ്മൾ ലാസ്റ്റ് എഴുതാം. ദിസ് ഈസ് -J cap അല്ലെങ്കിൽ -J
minus sin 30 j cap എന്ന് ഞാൻ എഴുതി. ക്ലിയർ? മൈനസ് sin 30 j cap എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇനി ഞാൻ എന്താ പോണത്? ഇനി ഞാൻ FGC കാണാൻ പോവാണ്. FGC എങ്ങനെ കാണൂടാ? GM into 2m into 1 square by 1 square എടാ FGG ഏതാ FGC. അപ്പോൾ ഈ ഫോഴ്സ് എങ്ങോട്ടാ മക്കളെ? ഇങ്ങോട്ടാണ്. ഞാൻ രണ്ട് കോമ്പണൻ്റ് ആക്കി. എടാ അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കൊരു കോമ്പണൻ്റ്, താഴെ നെഗറ്റീവ് വൈ ആക്സിസിലേക്ക് വേറൊരു കോമ്പണൻ്റ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഉണ്ടോ? അത് വൈക്കാണ് അല്ലേ? എക്സിന് പോസിറ്റീവ് ആയിരിക്കും. സോ കോസ് 30 ഐ ക്യാപ്പ് എന്ന് എഴുതാം. ക്ലിയർ? മൈനസ് sin 30 j ക്യാപ്പ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? താഴേക്കുള്ള sin 30 നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തു. ക്ലിയർ? ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് അല്ലേ മക്കൾ? അയാളുടെ മുകളിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് FR ഇസ് ഈക്വൽ ടു GM. എന്തൊക്കെ എഴുതണം? അത് മൂന്നും ആഡ് ചെയ്യണം അല്ലേ? FR നമ്മൾ നേരത്തെ എഴുതി. FR ഇസ് ഈക്വൽ ടു FGA പ്ലസ് FGB പ്ലസ് FGC ആണ് നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ FR ഇസ് ഈക്വൽ ടു എഴുതിക്കോ GM ഇൻറ്റു 2m. GM ഇൻറ്റു 2m ബൈ 1 നമുക്ക് എങ്ങനെ എഴുതാടാ? 2GM സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2GM സ്ക്വയർ j ക്യാപ്പ് പ്ലസ് 2GM സ്ക്വയർ. അപ്പം പ്ലസ് വേണ്ട, നമുക്ക് എന്താ എഴുതാം? മൈനസ് 2GM സ്ക്വയർ കോസ് 30 എന്ന് ഞാൻ എഴുതി. മൈനസ് 2GM സ്ക്വയർ കോസ് 30 മൈനസ് 2GM സ്ക്വയർ സൈൻ 30. പ്രശ്നമില്ലല്ലോ. ദിസ് ഈസ് ഐ ക്യാപ്പ്, ദിസ് ഈസ് j ക്യാപ്പ്. ക്ലിയർ? ഇനി ആരും കൂടെ ആഡ് ചെയ്യണം? FGCയും കൂടെ ആഡ് ചെയ്യണടാ. അപ്പം നമുക്ക് എന്ത് എഴുതി? 2GM സ്ക്വയർ കോസ് 30 ഐ ക്യാപ്പ് എന്ന് വന്നു. മൈനസ് 2GM സ്ക്വയർ സൈൻ 30 j ക്യാപ്പ് എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഇത് മൊത്തം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും മക്കളെ? നോക്കിക്കോ കോസ് 30 2GM സ്ക്വയർ കോസ് 30 ഐ ക്യാപ്പും 2GM സ്ക്വയർ കോസ് 30 ഇത് രണ്ടുപേരും ക്യാൻസൽ ചെയ്ത് പോകും. ക്ലിയർ? ഇനി ആരാളുള്ളത് ഇവിടെ? മൈനസ് 2GM സ്ക്വയർ സൈൻ 30, ഒരു മൈനസ് 2GM സ്ക്വയർ സൈൻ 30 ഉണ്ട്. സോ വി ഹാവ് 2. അപ്പോൾ ഇതിനെ നമുക്ക് ടോട്ടൽ എന്ത് എഴുതാടാ? ടോട്ടൽ എന്ത് എഴുതാൻ പറ്റും മക്കളെ? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2GM സ്ക്വയർ സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ 30 is tell me the answer. Sin 30 is 1/2. So 2GM square j cap minus 2GM square into 1/2 j cap minus 2GM square into 1/2 j cap എന്ന് ഞാൻ എഴുതി. ഇതെന്തായിരിക്കും മക്കളെ? മൈനസ്, അപ്പോൾ ഇത് 2GM സ്ക്വയർ j cap മൈനസ് ഇതെന്താടാ? ഇത് മൈനസ് GM സ്ക്വയർ j ക്യാപ്പ് അല്ലേ? ഇതും മൈനസ് GM സ്ക്വയർ j ക്യാപ്പ് അല്ലേ? ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2GM സ്ക്വയർ j ക്യാപ്പ് മൈനസ് 2GM സ്ക്വയർ j ക്യാപ്പ് എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻ 30 ആൻസർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ദാറ്റ് 2m മാസ് വിൽ ബി 0 നമ്മൾ പറഞ്ഞു. ക്ലിയർ? സോ നമ്മൾ അതെന്ത് ചെയ്തിട്ടുള്ളത്? പ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ വിൽ ബി 0. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആയിരുന്നില്ലേ? അങ്ങനെ വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കാരണം നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് അറിയാൻ പറ്റും. ഈ സിമെട്രി വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്? ആ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മുകളിലുള്ള ആ പാർട്ടിക്കിൾ 2m മുകളിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So the next question I കാണാൻ തന്നെ നല്ല രസം. Question എന്താടാ? The potential energy of a system of 4 particles placed at the vertices of a square of side L is shown below. അപ്പോൾ നമ്മളൊരു സ്ക്വയർ ഉണ്ട് മക്കളെ. ആ സ്ക്വയറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4 സൈഡിൽ 4 പാർട്ടിക്കിൾസ് വെച്ചിട്ടുണ്ട്. ഇനിയോ? ആൻഡ് ദ പൊട്ടൻഷ്യൽ ആറ്റ് ദ അപ്പോൾ ഒന്ന് ചോദിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദ സെൻറ്റർ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കാണണം. സിസ്റ്റവും കാണണം, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദി സെൻറ്ററും കാണണം. ക്ലിയർ? അപ്പോൾ നമ്മൾ എങ്ങനെ കാണുകടാ? നോക്കിക്കോ. സോ വി ഹാവ് 4 masses. 4 masses. ഇത് 1 2 3 4 നമ്മൾ പേര് കൊടുക്കാം. 1 2 3 4. ഇനി നമ്മൾ എന്താ ചെയ്യുക?
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യുക? നമ്മൾ ചോദിച്ചിട്ട് എന്താ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പൊട്ടൻഷ്യൽ എനർജി എന്തെങ്ങനെ നമ്മൾ എഴുതുക? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -GMM/R ആണ് അല്ലേ? -GMM/R. So we can write -GM²/R എന്ന് എഴുതാം. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ ആരൊക്കെ കൺസിഡർ ചെയ്യാനടാ? ഒരു മാസം ഇവിടെ ഉണ്ട്. സോ വി ഹാവ് ടു കൺസിഡർ 1 2 1 3 1 4 പിന്നെ 2 3 2 4 കൺസിഡർ ചെയ്യണ്ടേ? വേണ്ടേ? തമ്മിൽ എന്തുണ്ടാവുകടാ? ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ക്ലിയർ? സോ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പോവാണ്. സോ U is equal to -GM². ഓക്കെ, രണ്ട് സെയിം മാസാണ്. സോ GM² ആയിരിക്കും. സോ -GM² ഇൻറ്റു 1/R12 പ്ലസ് 1/R13 പ്ലസ് 1/R14 പ്ലസ് 1/R23 പ്ലസ് 1/R24 അല്ലേ? 23 റൈറ്റ്? 23 24 അല്ലേ പിന്നെ ഉണ്ടാവുക? 23 24 and plus 1/R34 എല്ലാ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ എവറി പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ വരും. സോ U is equal to -GM² into 1/R12 plus 1/R13 plus 1/R14 plus 1/R23 plus 1/R24 plus 1/R34 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ ആറൊക്കെ കാണണം അല്ലേ? ഏതാണ് ഈ R എന്നുള്ളത് കാണുക. R12 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണ്. എത്ര ലെങ്ത്ത്? L ആണ്. ഇനി R13 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഏതാ മക്കളെ? ഈ സാധനമാണ്, ഈ കിടക്കുന്ന സാധനം. എത്രയാണ് ഈ കിടക്കുന്ന സാധനം? എത്രയാണ് ഈ കിടക്കുന്ന ലെങ്ത്ത്? ഈ ലെങ്ത്തിന് നമ്മൾ എത്ര എന്നാ പറയാ? ഹൗ മച്ച് വിൽ ബി ദിസ് ലെങ്ത്? √2L അല്ലേടാ? ഒരു സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √2L ആണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് L ഇവിടെ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? √2L എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ ലെങ്ത്ത് നമ്മുടെ 1/3 ലെങ്ത് എന്ന് പറയുന്നത് √2L ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, ഓരോന്നായിട്ട് എഴുതാം. -GM² ഇൻറ്റു 1/L പ്ലസ് 1/√2L ഞാൻ എഴുതി, പ്രശ്നമില്ലല്ലോ. ഇനി 1/4 കാണണം. 1/4 എന്താണ്? Again it's L. അപ്പോൾ 1/L പ്ലസ് ഇനി R23 കാണണ്ട. 23 ഇതാണ്. സോ 1/L പ്ലസ് 1/R24 കാണണ്ട. 24 again √2L. സോ 1/√2L പ്ലസ് ഇനി 1/R34 കാണണം മക്കളെ. R34 എത്രയാണെടാ? L ആണ്. ക്ലിയർ അല്ലേ? സോ 1/L എന്ന് വരും. ഓക്കെ √2. വെരി ഗുഡ് ഡോക്ടർ സോനു തോമസ്. ഓക്കെ, സോ ഇനി ഇത് മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? -GM² ഇൻറ്റു 1/L എത്ര ഉണ്ട്? 4 ഉണ്ട്. സോ 4 ഇൻറ്റു 1/L പ്ലസ് 2 ഇൻറ്റു 1/√2L എന്ന് വരും. ക്ലിയർ? സോ -GM² ഇൻറ്റു 4/L പ്ലസ് 2/√2L എന്ന് വരും. ഇതിനെ നമുക്ക് എന്താക്കി എടുക്കാം? -GM²/L ഇൻറ്റു 4 പ്ലസ് ഈ 2നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? √2 ഇൻറ്റു √2. അപ്പോൾ ഡിവൈഡഡ് ബൈ √2 എന്ന സമയത്ത് മുകളിൽ √2 എന്ന് വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് -GM²/L പ്ലസ് 4 പ്ലസ് √2 എന്ന് വരും. എന്താണിത്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ക്ലിയർ? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓപ്ഷനിലുണ്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ കാണാം. റൂട്ട് എത്ര മക്കളെ? 1.4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 5.4 മൈനസ് 5.4 GM²/L ആണ്. ഓപ്ഷനിലുണ്ടോ? അത് നോക്കണ്ടേ? ഉണ്ട്. യെസ്. അയ്യോ, അത് മാത്രമല്ല, ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കാണണം മക്കളെ. സ്ക്വയറിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ കാണണം. എന്താ കാണേണ്ടത്? പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് കാണുക? പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മാസം, ഒരു പോയിന്റ് മാസം, ഒരു M അവിടെ ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് കാണണം? -GM/R അല്ലേ? ഇവിടെ R എന്ന് പറയുന്നത് എത്ര ആയിക്കോട്ടെ? √2L ആണ്. ക്ലിയർ? സോ √2L ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -GM/√2L എന്ന് വരും. പക്ഷേ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 4 പാർട്ടിക്കിൾസ് ഉണ്ട്. സോ 4 ഇൻറ്റു -GM/√2L എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 4/√2 GM/L എന്ന് വരും. ക്ലിയർ അല്ലേ? ഓപ്ഷനിലുണ്ടോ? യെസ്. -4/√2 നമുക്ക് എന്ത് എഴുതാം? സോറി എങ്ങനെ വരും? യെസ്, R is equal to okay -GM/R ആണ്.
ഓക്കെ. സോ ആർ എന്ന് പറയുന്നത് മൈനസ് ജി എം ബൈ ആർ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് √2 ആണ്. അപ്പം നമ്മളിവിടെ എൽ അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മളിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? √2L നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? This is equal to minus √2 GM by L എന്ന് വരും. Clear? How is that possible? Which is equal to, ഒരു മിനിറ്റ് കേട്ടോ, മൈനസ് GM by L എന്ന് വരും. ഓക്കെ. അപ്പം നമുക്ക് എന്ത് എഴുതാം അതിനെ? മൈനസ് √2 സെൻറ്റർ ഓഫ് ദി സ്ക്വയറിൽ നമ്മൾ മൈനസ് GM by R എന്ന് വരും. സോ ബൈ R എന്ന് വരുന്ന സമയത്ത് വി ഹാവ് ഓക്കെ. സോ അവിടെ √2L/2 അല്ലേ ഇത്? നമ്മൾ സെൻറ്ററിലല്ലേ നോക്കുന്നത്. √2L എടുക്കാൻ പാടില്ല, /2 തരണം അല്ലേ, /2 വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദിസ് ഈസ് ഈക്വൽ ടു √2L/2 ആയിരിക്കും. ഓക്കെ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് GM by √2L/2 എന്ന് വരും. ഓക്കെ. ദിസ് ഈസ് L/√2 ആണ്. So we can write minus √2 GM by L എന്ന് എഴുതാം. So there are total 4 particles. അപ്പോൾ minus 4 into √2 GM by L എന്ന് എഴുതും. ഓക്കെ. പൊട്ടൻഷ്യൽ 0 അല്ല മക്കളെ, പൊട്ടൻഷ്യൽ 0 ആവില്ല കേട്ടോ സുമയ്യ. പൊട്ടൻഷ്യൽ എങ്ങനെ 0 ആവില്ലല്ലോ? Potential will not be 0. Okay. So this pointil we have the potential is equal to minus 4 √2 GM by L എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമ്മൾ അവിടെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് √2L ആണ്. √2L എന്ന് പറഞ്ഞാൽ മൊത്തം ലെങ്ത് ആയില്ലേ, അതിൻ്റെ ഹാഫ് എടുക്കണം. സോ √2L/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L/√2. അത് മുകളിലേക്ക് എത്തുന്ന സമയത്ത് വി ഹാവ് മൈനസ് √2 GM by L എന്ന് വരും. ഇൻറ്റു 4 പാർട്ടിക്കിൾസ് ചെയ്യുന്ന സമയത്ത് മൈനസ് 4 √2 GM by L എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ നമ്പർ 3. ഓക്കെ. ക്ലിയർ? ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. സോ ദ പ്ലാനറ്റ് മാർസ് ഹാസ് 2 മൂൺസ്, ഫോബോസ് ആൻഡ് ഡെൽമോസ്. അപ്പം മാർസിനുള്ള 2 മൂൺ, 2 സാറ്റലൈറ്റ്സ് കാണാറുടാ. ഒന്ന് ഫോബോസ്, ഒന്ന് ഡെൽമോസ്. ഓക്കെ. ഫോബോസ് ഹാസ് എ പീരീഡ് ഓഫ് 7 hours 39 minutes ആൻഡ് an orbital radius of 9.4 into 10⁻³ kilometer. The mass of Mars is. അപ്പം മാസ് എന്ത് കാണണം? ആരുടെ മാസ് കാണണം? മാർസിൻ്റെ മാസ് കാണണം. ഓക്കെ. നിങ്ങൾ ആരും തീരെ റിയാക്ട് ചെയ്യുന്നില്ലല്ലോ മക്കളെ, റെസ്പോണ്ട് ചെയ്യ്. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ എൻ്റെ അടുത്ത്. മനസ്സിലായെങ്കിൽ ആയി എന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, മൂവ് ഓൺ ചെയ്യണമെങ്കിൽ മൂവ് ഓൺ ചെയ്യാമെന്ന് പറ. ഓക്കെ. ഓക്കേടാ. സോ പ്ലാനറ്റ് മാർസ് ഹാസ് 2 മൂൺസ്, 2 മൂണുണ്ട്, 2 ഫോബോസ്, 2 മൂണല്ല 2 മൂണുണ്ട്, ഒന്ന് ഫോബോസ് ഒന്ന് ഡെൽമോസ്. ഫോബോസിൻ്റെ പീരീഡ് തന്നിട്ടുണ്ട്, ഓർബിറ്റൽ റേഡിയസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർസിൻ്റെ മാസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഏത് റൂള് നമ്മളിവിടെ അപ്ലൈ ചെയ്യും? ഏത് റൂളാണ് അപ്ലൈ ചെയ്യുക? which is the rule that we should apply here മക്കളെ? ഏത് റൂളാടാ? കെപ്ലേഴ്സ് തേർഡ് ലോ അല്ലേ? കെപ്ലേഴ്സ് തേർഡ് ലോ ആണ് നമുക്ക് എന്ത് തരിക? പീരീഡും റേഡിയസും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ പീരീഡും മാസും തമ്മിലുള്ള റിലേഷനൊക്കെ തരുന്നത്. റൈറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എടാ നമ്മുടെ ഇക്വേഷൻ എന്താ? കെപ്ലേഴ്സ് തേർഡ് ലോ പ്രകാരമുള്ള ഇക്വേഷനാണ് T² അല്ലേ? T² is equal to 4π² by GM into R³. ഈ ക്വസ്റ്റ്യനൊക്കെ അറിയുന്ന സാധനമല്ലേ? 4π² by GM R³. ഓക്കെ. ഈ GMന് നമുക്ക് എന്ത് ചെയ്ത്? GM എന്ന് ചെയ്ത് എന്തിനാ? മാസ് ഓഫ് മൂൺ, ഫോബോസിൻ്റെ മാസ് എന്നുള്ള രീതിയിൽ ഇതാണ് കേട്ടോ. സോ അല്ല, മാസ് ഓഫ് മാർസ്. ഓക്കെ. മാസ് ഓഫ് മാർസ് ആണത്. T² is equal to 4π² by GMM R³ എന്നുള്ളത്. ഓക്കെ. ക്ലിയർ അല്ലേ? കെപ്ലേഴ്സ് തേർഡ് ലോ ആണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ്റും മാസ് ഓഫ് മാസ് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കണ്ടാൽ പോരെ? 4π² by T² into R³. കണ്ടോ? 4 into 3.14². നിങ്ങൾ ചെയ്യുന്നില്ലേ? You're doing that, right? So 3.1² divided by 3.14² divided by എടാ T² തന്നിട്ടുണ്ട്, ടൈം പീരീഡ് തന്നിട്ടുണ്ട്. എന്തിലാ തന്നത് മക്കളെ നിങ്ങൾക്ക്? അവിടെ ഒരാൾ കൂടി ഉണ്ട്. ജി ഇല്ലടാ അവിടെ? ജി ഉണ്ട്. മറന്നുപോയി. സോ ഇൻറ്റു R³ കാണണം. R എന്താന്ന് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്. 9.4 into 10⁻³ the whole cube ആണ്. ഓക്കെ. ഡിവൈഡഡ് ബൈ ജി എത്രയാടാ? 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട് 7 hours 39 minutes ആണ്. 7 hours 39 minutes എന്ന് പറഞ്ഞാൽ എത്രയായി?
7 hour എന്ന് പറയുമ്പോൾ 7 into 60. അപ്പോൾ 7 into 60 എന്ന് പറയുമ്പോൾ 7 into 6 42 അല്ലേ. അപ്പോൾ 420 പ്ലസ് 39 മിനിറ്റ്സ്. അപ്പോൾ എത്രയായി? മൊത്തം 459 മിനിറ്റ്സ് ആയി. അപ്പോൾ ഈ 459 മിനിറ്റ്സിന് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും. 459 into 60 എന്ന് വരും. ക്ലിയർ അല്ലേ? 459 into 60 എന്ന് വരും. അങ്ങനെയല്ലേ വരിക? യെസ്. ഓക്കെ, ഇതിൻ്റെ എന്താണ്? സ്ക്വയർ ആണ്. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ ആയി. ക്ലിയർ അല്ലേ? സോ ടി സ്ക്വയർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടി സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻ ആൻസർ. എത്ര കിട്ടുക? വേം പറഞ്ഞോ. 4π². എടാ നമ്മുടെ ഇക്വേഷനില്ലേ ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു 4π² into r³ എന്നുള്ളത്. ആ എന്നുള്ളത് മാസ് ഓഫ് മാർസ് ആണ്. ഓക്കെ, നമ്മുടെ കെപ്ലേഴ്സ് തേർഡ് ലോ പ്രകാരം ബൈ കെപ്ലേഴ്സ് തേർഡ് ലോ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു r³ നിങ്ങൾ പഠിച്ചില്ലേ? അതിൽ വരുന്ന ഇക്വേഷനാണിത്. ഓക്കെ, ഈ 4π² ജിയും എമ്മും കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു r³ എന്ന് പറയുന്നത് കേട്ടോ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? 459 into 60 വരാൻ കാരണം 7 hours ആണ്. റൈറ്റ്, 7 hour 39 minutes ആണ്. അപ്പോൾ 7 hour എന്ന് പറഞ്ഞാൽ എത്രയായി? 7 into 60 420 minutes ആയി. ഓക്കെ, 7 hour 39 minutes ഒരു 39 minutes കൂടി ഉണ്ട്. സോ പ്ലസ് 39 വരും. ടോട്ടൽ എത്ര വരും? 459 seconds എന്ന് വരും. ക്ലിയർ അല്ലേ? അല്ല, 459 minutes ആണിത്. ഓക്കെ, ദിസ് ഇസ് 459 minutes എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മൾ ഇനി എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഇൻറ്റു 60 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ആൻ ആൻസർ 6.48 into 10 power 23 kgs എന്ന് കിട്ടും. ഓക്കെ, സോ ദ ആൻസർ വിൽ ബി 6.48. ഫസ്റ്റ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ? ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓൾ ക്ലിയർ? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, so clear. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോടാം. യു ആർ ഗിവൻ ദ ഫോളോയിങ് ഡേറ്റ. ജി തന്നിട്ടുണ്ട്, ആർ ഇ എർത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ടു ദ മൂൺ ആർ തന്നിട്ടുണ്ട്, ആൻഡ് ദ ടൈം പീരീഡ് ഓഫ് ദ മൂൺസ് റെവല്യൂഷൻ 27.3 days ആണെന്ന് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദ എർത്ത് ME ഇൻ 2 different ways ഈസ്. നമുക്ക് രണ്ട് തരത്തിൽ എന്ത് കാണാനടാ? എർത്തിൻ്റെ മാസ് നമുക്ക് കാണണം. ഓക്കെ, സോ വി ഹാവ് ജി ഉണ്ട്, ആർ ഇ ഉണ്ട്, ആർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ME. ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? മാസ് ഓഫ് എർത്തിൻ്റെ മാസ്. സോന് കുറേ നേരം ഇങ്ങനെ നിൽക്കുന്ന സാധനം ഇടുന്നു. അതിനെക്കൂടെ നീ എന്താ ഉദ്ദേശിച്ചാ? ഇത് ക്ലിയർ എന്നാ? അപ്പോൾ മാസ് ഓഫ് ദ എർത്ത് നമുക്ക് 2 different വേസിൽ നമുക്ക് എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട്? ജി ഉണ്ട്, ആർ ഇ ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ, ടൈം പീരീഡും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ കാണാം. എടാ, ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? വി ഹാവ് ദ സിമ്പിൾ ഇക്വേഷൻ G is equal to GM/r² എന്നുള്ള സാധനം ഇല്ലേ? GM/r² എന്നുള്ള സാധനം. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു GME/RE² അല്ലേ? അപ്പോൾ നമുക്ക് അവിടുന്ന് ME ഈസ് ഈക്വൽ ടു എന്തെഴുതാം? GERE² ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതി കൂടെ. ക്ലിയർ? സോ GERE² G എന്ന് എഴുതി കൂടെ. ഡൗട്ടില്ലല്ലോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജി എത്ര തന്നിട്ടുണ്ട് നിങ്ങൾക്ക്? 9.8. നോക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും നോക്കിപ്പോവും. ആർ എത്ര തന്നിട്ടുണ്ട്? 6.37 into 10 power 6 the whole square അല്ലേ? ഡിവൈഡഡ് ബൈ 6.67 into 10 power -11 the whole square എന്ന് വരും. ക്ലിയർ? ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഏകദേശം ഒരു 5.97 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും കേട്ടോ. 5.97 into 10 raised to 24 kgs എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഇസ് വൺ വേ ടു ഫൈൻഡ് ദ മാസ് ഓഫ് ദ എർത്ത് ഫ്രം ദി ഗിവൻ വാല്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു വഴിയും കൂടി ഉണ്ട് കാണാൻ. ഏതാണ്? നമുക്ക് ടൈം പീരീഡും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ടു ദ മൂണും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാടാ? ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π². നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ GME into r² ഇക്വേഷൻ വെച്ച് കാണാം. ഓക്കെ, ഇതെങ്ങനെ കാണും? ദിസ് ഈസ് r³ ആണ്. ഓക്കെ, r³. ഓക്കെ, സോ ഇവിടെ നമുക്ക് മാസ് ME ഇസ് ഈക്വൽ ടു 4π² ബൈ T² GR³ എന്ന് എഴുതിക്കൂടെ. ദിസ് ഈസ് ഈക്വൽ ടു 4 into 3.12 ബൈ ടി എത്ര? 27.3 days എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 27.3 daysനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? താഴത്ത് G² ഇല്ലാന്നോ? ഇവിടെ G² ഞാൻ എഴുതിയേ?
4 pi square by GME എന്നല്ലേ ഞാൻ എഴുതിയത് അങ്ങനെയാണല്ലോ പറഞ്ഞത് അങ്ങനെയാണോ ഡിഡ് ഐ സേ G square സോറി കേട്ടോ എന്നാല് So 4 into 3.1 square into R എത്ര മക്കളെ തന്നിട്ടുള്ളത് R is 3.84 into 10 power 8. So 3.84 into 10 power 8 the whole cube divided by t square t എന്ന് പറയുന്നത് 27.3 days ആണ് ഇതിനെ നമ്മൾ എങ്ങനെയാടാ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക എടാ ഡേ ഒരു ഡേയിൽ എത്ര ഹവേഴ്സ് ഉണ്ട് 24 ഹവേഴ്സ് ഉണ്ട് സോ 27.3 into 24 അപ്പോൾ നമ്മൾ എന്തിലേക്ക് മാറ്റി ഹവേഴ്സിലേക്ക് മാറ്റി ഇനി ഈ ഹവേഴ്സിനെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റണം അപ്പോൾ ഇൻറ്റു ഒരു 60 കൊടുത്തു ഇപ്പോൾ ഈ മിനിറ്റിനെ നമ്മൾ ഇനി എന്തിലേക്ക് മാറ്റണം സെക്കൻഡിലേക്ക് മാറ്റണം ഇൻറ്റു ഒരു 16 കൂടി കൊടുത്തു ക്ലിയർ അല്ലേ സോ 27.3 into 24 into 60 into 16 ഞാൻ എഴുതി ക്ലിയർ അല്ലേ സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താടാ 27.3 into 24 into 60 into 60 ഹോൾ സ്ക്വയർ into 6.67 into 10 power minus 11 എഴുതാം ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ ഡൗട്ട് ഇല്ലല്ലോ ഓക്കെ സോ ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് എ മാസ് 6.02 into 10 power 24 kilograms എന്ന് കിട്ടും ക്ലിയർ ഓക്കെ അപ്പം നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്തപ്പോൾ 2 മാസ് കിട്ടിയില്ലേ അപ്പോൾ ഒന്ന് 5.97 ആണ് ഒന്ന് 6.02 ആണ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ക്ലിയർ അപ്പം നമുക്കിവിടെ എന്ത് എഴുതാടാ നമുക്കിവിടെ എന്ത് എഴുതാം 5.97 6.02 ഓപ്ഷൻ നമ്പർ 1 വിൽ ബി ദി റൈറ്റ് ആൻസർ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ എടാ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് k is equal to 10 power minus 13 s square m minus 3 in days and kilometers is ഈ തന്നിട്ടുള്ള യൂണിറ്റ് സെക്കൻഡിലും മീറ്ററിലും ആണ് എന്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് ഡേയ്സ് ആൻഡ് കിലോമീറ്ററിന്റെ യൂണിറ്റിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് എടാ 10 power minus 13 സെക്കൻഡ് സ്ക്വയർ ആണ് എടാ സെക്കൻഡിൽ നമ്മൾ എന്തിലേക്കാണ് മാറ്റുന്നത് ഡേയ്സിലേക്കാണ് മാറ്റുന്നത് സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by അല്ലേ 1 by എന്തെന്ന് വരും 1 എടാ 1 by 24 into 60 24 hours അല്ലേ ഡേയ്സിനെ നമ്മൾ അല്ല സെക്കൻഡിൽ നമ്മൾ ഡേയ്സിലേക്ക് മാറ്റുകയാണ് സോ 24 into 60 ഹോൾ സ്ക്വയർ എന്ന് വരും ഓക്കെ 1 by വരാൻ കാരണം എന്താണ് സെക്കൻഡിനെ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വി വിൽ ഡിവൈഡ് ക്ലിയർ ഡേയ്സിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും മറ്റേത് നമ്മൾ എന്ത് ചെയ്യൂടാ ഡിവൈഡ് ചെയ്യും ക്ലിയർ അല്ലേ സോ 1 by 24 into 60 into 60 ദി ഹോൾ സ്ക്വയർ ഡേയ്സ് സ്ക്വയർ ഉണ്ടാവും ഓക്കെ ഡേ സ്ക്വയർ അല്ലേ നമ്മൾ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഡി സ്ക്വയറിലേക്ക് മാറ്റി സോ ഡേയ്സ് സ്ക്വയർ ഡി സ്ക്വയർ എന്ന് ഞാൻ എഴുതി ക്ലിയർ അല്ലേ ഇൻറ്റു ഇനി കിലോമീറ്റേഴ്സിനെ മാറ്റണം ആരെ മീറ്റർ ക്യൂബിനെ എങ്ങനെ മാറ്റും 1 by എടാ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആടാ മീറ്റർ പവർ -3 ആണ് അപ്പോൾ നമ്മൾ 1 by എടുക്കും സോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററാണ് മക്കളെ 1 by 1000 കിലോമീറ്റേഴ്സ് അല്ലേ 1 by 1000 ഹോൾ ക്യൂബ് വരൂലേ ദിസ് കിലോമീറ്റർ ക്യൂബ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് എങ്ങനെ എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ 1.33 into 10 power -14 ഡേ സ്ക്വയർ കിലോമീറ്റർ പെർ ക്യൂബ് എന്ന് വരും ക്ലിയർ okay so 1.33 into 10 power -14 day square kilometer per kilometer cube എന്ന് വരും ക്ലിയർ അല്ലേ ഡൗട്ട് ഇല്ലല്ലോ okay can we move to the next part the moon is at a distance of 3.84 into 10 power 5 kilometer from the earth ഓക്കെ അപ്പോൾ ഒരു മൂണിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ എത്രയെന്ന് കാണണം എടാ എന്തെങ്കിലും ചെയ്യാണ്ടോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 pi square by GMER ക്യൂബ് ഇക്വേഷൻ ഇല്ലേ അവിടെ നിന്ന് നമുക്ക് k² 4 pi square by GMEക്ക് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ സോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 pi square by GME എത്രയാണ് 1.33 into 10 power -14 into R എത്രയാടാ 3.84 into 10 power 5 കിലോമീറ്റേഴ്സ് ആണ് സോ into 10 power 3 ഹോൾ ആർ ക്യൂബ് എന്ന് ചെയ്യണം ക്ലിയർ ഹോൾ ക്യൂബ് എന്ന് ചെയ്യണം സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരുവാടാ 1.33 into 10 power -14 into 3.84ൻ്റെ സ്ക്വയർ എത്രയാ
3.84 സ്ക്വയർ ഏകദേശം ഒരു 16ന്റെ താഴെയുള്ള വാല്യൂസ് ആയിട്ട് വരും. ഒരു 15 പോയിന്റ് സംതിങ് ആയിരിക്കും. ഓക്കെ, ക്യൂബാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ക്യൂബാണ്. അപ്പോൾ 4 ക്യൂബ് എന്ന് പറയുന്നത് ഹൗ മച്ച് ഇറ്റ് ഈസ് 16 into 3 വിൽ ബി 48, റൈറ്റ്? സോ 48ൻ്റെ അടുത്തുള്ള വാല്യൂസ് ഒരു 47 സംതിങ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു 47 പോയിന്റ് ഒരു 3 ഒക്കെ ഇടാം നമുക്ക്. 47.3 സംതിങ് വാല്യൂ ആയിട്ട് വരും. ഇൻറ്റു 10⁵ ഹോൾ ക്യൂബ് 10 power 15 ഇൻറ്റു 10 power 9 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1.33 into 47.3 വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 27.3. എന്തെന്ന് വരുമോടാ? എന്തെന്ന് വരും? ഓക്കെ, ദിസ് ഈസ് ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഡേ സ്ക്വയറും പെർ കിലോമീറ്റർ ക്യൂബിലാണ്. ഓക്കെ, അപ്പോൾ ഡേയും കിലോമീറ്ററുള്ള യൂണിറ്റാണ് നമുക്ക് കെയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടി സ്ക്വയർ കാണുന്ന സമയത്ത് നമ്മൾ ഈ കെ ഡേയിലാണ്, ഈ ആറിന് നമ്മൾ എന്തിൽ തന്നെ എടുത്താൽ മതി? കിലോമീറ്ററിൽ തന്നെ എടുത്താൽ മതി. നേരത്തെ പറഞ്ഞ ഈ സാധനം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, so we don't want this term. Okay, so ഇത്രേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 27.3 into 27.3 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു 10⁻14 into 10⁻15 എന്ന് പറഞ്ഞാൽ 10 power 1 ആണ്. അപ്പോൾ 1.33 into 47.3 into 10 എന്ന് വരും. ആൻസർ വിൽ ബി 27.3 ഡേയ്സ്. ക്ലിയർ അല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? A 400 kilogram satellite is in a circular orbit of radius 2 RE about the Earth. Okay, how much energy is required to transfer it into a circular orbit of radius 4 RE? അപ്പോൾ നമുക്ക് 400 kilogram satellite ഉണ്ട്, ഒരു സർക്കുലർ ഓർബിറ്റിലാണ്, റേഡിയസ് 2 RE ആണ്. ഓക്കെ, how much energy is required to transfer it to a circular orbit of radius 4 RE? എത്ര എനർജി വേണം 4 RE റേഡിയസിലേക്ക് മാറ്റാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്? അതിൽ RE എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണെന്ന് ഗിവൺ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുക? ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ്. ഇവിടെ നമ്മൾ ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് മാറ്റാണ് അല്ലേ? സോ അവിടെ വേണ്ട ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ എത്ര എനർജി വേണം എന്നുള്ളത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ്. ഓക്കെ, യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് കൺസെപ്റ്റ്. അങ്ങനത്തെ കൺസെപ്റ്റാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ, ആ കൺസെപ്റ്റാണ് ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് അതിന് നമ്മൾ കൊടുക്കേണ്ട എനർജി വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ എനർജി ഓഫ് ദിസ് സാറ്റലൈറ്റ്. ക്ലിയർ? ടോട്ടൽ എനർജി ഓഫ് ദിസ് സാറ്റലൈറ്റ് ആയിരിക്കും. അത് നമ്മൾ എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കണം? ഇനീഷ്യൽ ടോട്ടൽ എനർജി എടുക്കണം. എന്ന് വെച്ചാൽ 2 RE റേഡിയസിലുള്ള സമയത്തുള്ള ടോട്ടൽ എനർജി എടുക്കണം. ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ എന്താടാ? മൈനസ് GMM/2R അല്ലേ? റൈറ്റ്, minus GMM/2R, right? ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? മൈനസ് GMM/2R ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാണാം? ടോട്ടൽ എനർജി, ഇനീഷ്യൽ ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു മൈനസ് GMME into mass of satellite. Okay, mass of earth into mass of satellite divided by 2 into the radius എത്രയാണ്? 2 RE ആണ്. So 2 into 2 RE എന്ന് പറയുമ്പോൾ it will be 4 RE എന്ന് വരും. Clear? So minus GME into M/4 RE എന്ന് വരും. So this is the initial total energy. ആണ്. ഇനി നമ്മൾ എന്ത് കാണണം? ഫൈനൽ ടോട്ടൽ എനർജി കാണണം. ഫൈനൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എത്ര ആയിരിക്കുംടാ? ഫൈനൽ ടോട്ടൽ എനർജി is equal to minus GMM, എത്ര റേഡിയസ് ഇപ്പോൾ? 4 RE ആണ്. അപ്പോൾ മൈനസ് GME/4 into 2 RE എന്ന് വരുമ്പോൾ എത്രയായി? 8 RE ആയി. ഓക്കെ, സോ മൈനസ് GMM/4R ഉണ്ട്, മൈനസ് GMM/8R ഉണ്ട്. ഇത് നമ്മൾ എന്താ കാണേണ്ടത്? ടോട്ടൽ ചേഞ്ച് കാണണം, റൈറ്റ്? ടോട്ടൽ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി. Change in total energy will be equal to final total energy minus initial total energy. So that is equal to minus GMEM/8 RE minus വരും. അപ്പോൾ പ്ലസ് വരും. GMEM/4 RE എന്ന് വരും. ക്ലിയർ അല്ലേ?
Clear alle? So this is equal to ഇത് എത്രയെന്ന് എഴുതാടാ? This is equal to 2. ഇതിനെ നമുക്ക് എന്താക്കി ഇടാം? ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ഇടാം, ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 GME by 8 RE minus GMM by 8 RE എന്ന് വരും. So this is equal to GMEM by 8 RE. പോസിറ്റീവ് വാല്യൂ കിട്ടും. ക്ലിയർ? നിങ്ങൾ വിചാരിക്കും ഇവിടെ 8 സാധനം നിന്നല്ല അപ്പുറത്ത് എഴുതിയത്, അവിടെ ഒരു സാധനം മാറ്റമുണ്ട്. എന്തേ? മൈനസ്. ഓക്കെ, ഇവിടെ മൈനസ് ഇല്ല. നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി പോസിറ്റീവ് GMEM by 8 RE ആയിരിക്കും. ഓപ്ഷനിലുണ്ടോ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ അല്ലേ? ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10 പവർ മൈനസ് 11 ഇൻറ്റു മാസ് ഓഫ് എർത്ത് എത്രയാ മക്കളെ? മാസ് ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കടാ? 6.37 ഇൻറ്റു എത്ര വരും? 6 നമ്മുടെ സാറ്റലൈറ്റിൻ്റെ മാസ് 300. ഓക്കെ, സോ ദിസ് ഈസ് ഇൻറ്റു നമ്മളെ റേഡിയസ് ഓഫ് എർത്തിൻ്റെ റേഷ്യോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നോ, റൈറ്റ്? ഓക്കെ, സോ നമുക്ക് ME by RE എന്നുള്ള വാല്യൂ വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് എർത്ത് ടു ദി റേഡിയസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 6.37 ഇൻറ്റു 10 പവർ 6 എന്ന് വരും, ഡിവൈഡഡ് ബൈ 8 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 3.13 ഇൻറ്റു 10 പവർ 9 ജൂൾ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ്. എന്തേ? നമ്മളൊരു പിന്നെ ഓർബിറ്റിൽ നിന്ന് ഒരു സാറ്റലൈറ്റിനെ വേറൊരു ഓർബിറ്റിലേക്ക് അല്ലെങ്കിൽ റേഡിയസ് ചേഞ്ചിലുള്ള ഒരു ഓർബിറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ദ എനർജി വി ഹാവ് ടു ഗീവ് വിൽ ബി ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി. ക്ലിയർ? ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി. ഗോട്ട് ദാറ്റ് കൺസെപ്റ്റ്? ഓക്കെ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? A 400 kg satellite is in a circular orbit of radius 2 RE about the Earth. എന്തെന്നല്ലേ നമ്മൾ ഇപ്പോഴും പറഞ്ഞത്? അല്ലല്ലേ? ക്വസ്റ്റ്യൻ പറയാം. A 400 kg satellite is in a circular orbit of radius 2 RE. What are the changes in the kinetic and potential energies respectively to transfer it into a circular orbit of radius 4 RE? നേരത്തെ ചോദിച്ചത് എന്താണ്? ടോട്ടൽ ചേഞ്ച് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ? എത്ര എനർജി വേണം അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? 2 RE ഓർബിറ്റൽ റേഡിയസിൽ നിന്ന് 4 RE ഓർബിറ്റൽ റേഡിയസിലേക്ക് മാറ്റുന്ന സമയത്ത് അവിടെ കൈനറ്റിക് എനർജിയിൽ എത്ര ചേഞ്ച് വരുന്നു, ടോട്ടൽ എനർജിയിൽ എത്ര പൊട്ടൻഷ്യൽ എനർജിയിൽ എത്ര ചേഞ്ച് വരുന്നു? ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ നമുക്കറിയാം എന്ത്? നിങ്ങൾ പഠിച്ചു വെക്കേണ്ട റിലേഷൻ, നിങ്ങൾക്ക് അറിയുന്ന റിലേഷൻ ആയിരിക്കും എന്ത്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കൺസെപ്റ്റ് എന്താ? കൺസെപ്റ്റ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കൈനറ്റിക് എനർജി. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ? മൈനസ് GMM by 2R ഈസ് ഈക്വൽ ടു എന്നുള്ളത് നമ്മുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? അപ്പോൾ GMM by 2R ആണ് കേട്ടോ. So total energy is equal to minus of kinetic energy which is equal to potential energy by 2. Potential energy by 2 ആയിരിക്കും. So total energy is equal to negative of the kinetic energy and that is equal to potential energy by 2. Clear? ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കണ്ടൊരു സാധനം ഉണ്ട് എന്ത്? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എത്രടാ? ദാ കിടക്കണ സാധനം. ക്ലിയർ? സോ ടോട്ടൽ എനർജി എന്ന് പറയുന്ന സാധനം, ടോട്ടൽ എനർജിയിലെ ചേഞ്ച് എത്ര മക്കളെ? ടോട്ടൽ എനർജിയിലെ ചേഞ്ച് എത്ര? നമ്മൾ നേരത്തെ കണ്ടില്ലേ ടോട്ടൽ എനർജിയിലെ ചേഞ്ച് എത്രയാണ്? എന്താ ടോട്ടൽ എനർജിയിലെ ചേഞ്ച് വന്നിട്ടുള്ളത്? നമുക്ക് GMM by 8 RE അല്ലേ? അതില്ലേ? ഇതിൻ്റെ ആൻസർ എത്രയുടെ? GMM by 8 RE വന്നിട്ടുള്ളത്. സോ ടോട്ടൽ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു GMEM by 8 RE എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ദ വാല്യൂ 3.13 ഇൻറ്റു 10 പവർ 9. നമ്മൾ നേരത്തെ ചെയ്ത സാധനം. ഓക്കെ, +1 ബോർഡ് എക്സാമിന് പറ്റും. നിങ്ങളുടെ NCERT എക്സസൈസസ് ആണ്. ഓക്കെ, സോ ടോട്ടൽ എനർജി ചേഞ്ച് എത്ര വന്നടാ? GMM by 8 RE എന്ന് വന്നു. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.13 ഇൻറ്റു 10 പവർ 9. നമ്മൾ നേരത്തെ കണ്ട സാധനം. ഓക്കെ, നേരത്തെ കണ്ട സാധനം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് കാണണം? ഇപ്പോൾ ടോട്ടൽ എനർജിയിലെ ചേഞ്ച് കിട്ടിയിട്ടുള്ളൂ. ഇനി എന്തൊക്കെ കാണണം? കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് കിട്ടണം, പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ച് കിട്ടണം. എടാ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ΔK എന്ന് പറയുന്നത് KF മൈനസ് KE ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ മൈനസ് ഓഫ് ΔE അല്ലേ?
because നമ്മൾ നേരത്തെ എഴുതിയത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. സോ നമുക്ക് ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഇ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3.13 ഇൻറ്റു 10⁻9 എന്ന് എഴുതാം. ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇനി നമുക്ക് വേണ്ടത് എന്താണെടാ? പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ച് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എന്തായിരിക്കുമടാ? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ ഇനീഷ്യൽ എനർജി ആയിരിക്കും. അപ്പം നമുക്കെന്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ? ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ബൈ 2. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ ഇ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.13 ഇൻറ്റു 10⁻9 അല്ലേ? യെസ്. 2 ഇൻറ്റു 3.13 ഇൻറ്റു 10⁻9 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 6.26 ഇൻറ്റു 10⁻9 എന്ന് കിട്ടും. ക്ലിയർ? സോ അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി ചേഞ്ച് കിട്ടി, കൈനറ്റിക് എനർജി ചേഞ്ച് കിട്ടി, പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് കിട്ടി. നൗ വി ഹാവ് ടു അപ്ലൈ ഇൻ ദി ഇക്വേഷൻ. അല്ല, ഓപ്ഷൻസിൽ നോക്കണം ഏതാടാ? ഓപ്ഷൻ നമ്പർ ഏതാടാ? ഓപ്ഷൻ നമ്പർ ഇല്ലേ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ടോട്ടൽ എനർജി ഈസ് പൊട്ടൻഷ്യൽ എനർജി ബൈ 2, റൈറ്റ്? Okay, minus of potential energy by 2 ആണ്. Okay, so this will be equal to minus 6.626 into 10⁻9. So the answer will be this one, right? Minus 3.13 into 10⁻9 ഉം minus 6.25 into, yes, minus 626 ആണ് ഡോക്ടർ സോനു. നീ ഡോക്ടർ സോനു ശരിക്കും ഡോക്ടറാണ്, അതാ എൻ്റെ ആഗ്രഹം കൊണ്ട് നീ ഡോക്ടർ സോനു എന്ന് എഴുതിയാണ്. So minus 3.13 into 10⁻9 ഉം minus 6.25 into 10⁻9 ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്, എൻ്റെ അടുത്ത് മാറിപ്പോയതാണ് കേട്ടോ. ഓക്കെ, so is that clear? Next question നോക്കാം. Assume that Earth and Mars move in circular orbits around the Sun. Okay, with the Martian orbit being 1.52 times the orbital radius of the Earth, length of the Martian year in days is. എന്താ പറഞ്ഞിട്ടുള്ളത്? എർത്തും മാർസും ഒരു സർക്കുലർ ഓർബിറ്റ്സിൽ സൺ അറൗണ്ട് ആയിട്ട് മൂവ് ചെയ്യാണ്. അതിൽ മാർഷ്യൻ ഓർബിറ്റ് എന്ന് പറയുന്നത് 1.52 ടൈംസ് ഓർബിറ്റൽ റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. സോ ലെങ്ത് ഓഫ് ദ മാർഷ്യൻ ഇയർ ഇൻ ഡേയ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഏത് ലോ യൂസ് ചെയ്യും മക്കളെ? വി വിൽ യൂസ് ഹിയർ ദ കെപ്ലേഴ്സ് തേർഡ് ലോ അല്ലേ? കെപ്ലേഴ്സ് തേർഡ് ലോ. കാരണം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? മാർഷ്യൻ ഓർബിറ്റ് റേഡിയസ് റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ചോദിച്ചിട്ട് എന്താ? ലെങ്ത് ഓഫ് മാർഷ്യൻ ഇയർ അല്ലെങ്കിൽ ടൈം പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ടൈം പീരീഡും റേഡിയസും തമ്മിൽ റിലേഷൻ ചെയ്യുന്ന ഒറ്റ ലോ ഏതാണടാ? നമ്മുടെ കെപ്ലേഴ്സ് തേർഡ് ലോ, വിച്ച് ഈസ് ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് അല്ലേ? ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് അല്ലേ? അപ്പം നമ്മൾ എന്തെഴുതും? എടാ, എർത്തും മാർസും ആണ്. അപ്പം TM by TE ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഉണ്ടാവും. കോൺസ്റ്റന്റും എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ആർ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം? RM by RE ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആർ ക്യൂബാണ്. Okay, RM by RE whole cube, which is equal to at a radius RM relation തന്നിട്ടില്ലേ? Martian orbit is 1.52 times orbital radius. അപ്പോൾ RM is equal to 1.52 RE ആണ്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? We will get 1.52 RE whole cube എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അല്ല RE ഉണ്ടാവില്ല, RE ക്യാൻസൽ ചെയ്ത് പോകും. We have 1.52 whole cube എന്ന് കിട്ടും. എന്തിനെ? ടി സ്ക്വയർ അല്ലേ? ടി സ്ക്വയർ എന്ന് കിട്ടും. സോ TM നമുക്ക് കാണേണ്ടത്. എടാ, TM സ്ക്വയർ ഈസ് ഈക്വൽ ടു TE സ്ക്വയർ. എടാ, TE എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എർത്തിൻ്റെ ടൈം പീരീഡ് ആണ്. എടാ, എർത്തിൻ്റെ ടൈം പീരീഡ് എത്രടാ? ഹൈ റാസിൻ. സോ എർത്തിൻ്റെ ടൈം പീരീഡ് എത്രടാ? 365 അല്ലേ? 365 ഡേയ്സ്. നമ്മൾ ഡേയ്സിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടേക്ക് ദ ടൈം പീരീഡ് ഇൻ ഡേയ്സ്. അപ്പോൾ എത്ര ഡേയ്സ് ആണ്? 365 ഡേയ്സ് ആണ് അല്ലേ? 365 സ്ക്വയർ
into 1.52 cube അല്ലേ എന്ത് ടൈം പീരീഡ് ഓഫ് ദി മൂൺ സ്ക്വയർ എന്ന് പറയുന്നത്. TM സ്ക്വയർ ഇസ് ഈക്വൽ ടു 365 സ്ക്വയർ ഇൻറ്റു 1.52 ഹോൾ ക്യൂബ്. ഇതിൽ നമ്മൾ TM കാണണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 365 റൂട്ട് എടുക്കുകയാണ് ഇൻറ്റു 1.52 ഹോൾ പവർ 3/2 എന്ന് കിട്ടും. ആൻഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ദ ആൻസർ 684 ഡേയ്സ് എന്ന് വരും. ക്ലിയർ? Is that clear? So TM is equal to 684 days. Option number 2. Clear? Can we move to the next question? Clear aanallo, doubt onnu illalla? Is that okay? Can we move to the next question? Okay. അടുത്ത question problem അല്ല, concept ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കൂ. Question ഒന്ന് വായിച്ചേ. Read the question. Can't see? അങ്ങോട്ട് മാറണം. Okay. Question ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിക്കേ. വായിക്കും, വായിച്ചോ? എടാ എന്താ ക്വസ്റ്റ്യൻ? ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. ഇതിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ് അല്ലേ? കറക്റ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരെ? ഡോക്ടർ സോനു അല്ല, റാസിൻ ഹാസ് സെഡ് ദ ഓപ്ഷൻ നമ്പർ 4. ഓപ്ഷൻ നമ്പർ 4 ആണെന്ന അഭിപ്രായം ആർക്കുള്ളത്? ആർക്കൊക്കെ ഉണ്ട് ഓപ്ഷൻ നമ്പർ 4 ആണ് ആൻസർ എന്നുള്ള അഭിപ്രായം? ഹൂ ഹാവ് ദാറ്റ്? സുമയ്യക്ക് തന്നെയാണ് അഭിപ്രായം. വേറെ ആർക്കും ഉണ്ടോ? ഹൂ ഹാവ് ദ സെയിം ഒപ്പീനിയൻ? ആർക്കൊക്കെ ഉണ്ട്? ഷംന ഓക്കെ 4, ദാന 4, പിന്നെ ഓക്കെ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ് എന്നാണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡും G' തമ്മിലുള്ള റിലേഷൻ യെസ്, നേഹ പറഞ്ഞു 4 ആണ് ഓപ്ഷൻ നമ്പർ. എടാ G' ഇസ് ഈക്വൽ ടു G ഇൻറ്റു 1 - 2h/r ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? G' കൂടും എപ്പോൾ? ഈ H കൂടും. എടാ ഈ H കൂടിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ വാല്യൂ എന്താ ചെയ്യുക? ദാറ്റ് മീൻസ് 1 ഈ സാധനം എന്ത് ചെയ്യും? ആൻസർ കുറയാണ് ചെയ്യുക അല്ലേ? സോ G' വിൽ ബി ലെസ്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും വേണ്ടത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആണ്. ക്ലിയർ? ഡിക്രീസസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. തെറ്റല്ല, നമ്മൾ ആദ്യം കണ്ടു. ക്ലിയർ? മൂന്നാമത്തെ ഓപ്ഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G' ഡെപ്തും തമ്മിലുള്ള ഇക്വേഷനാണ് G' ഈക്വൽ ടു G ഇൻറ്റു 1 - d/r എന്നുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ D കൂടുമ്പോൾ മക്കൾ -d/r വിൽ ബി ലെസ്, കുറയും. അപ്പം നമുക്ക് കിട്ടുന്ന G' വിൽ ബി ലോവർ. അപ്പാടാ നോക്കിക്കോ, ഇവിടെ എന്താ വേണ്ടത്? ശരിക്കും ഡിക്രീസസ് ആണ് വേണ്ടത്. ആ ഓപ്ഷനാണ് 4th കിടക്കുന്നത്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്. ക്ലിയർ? ഓക്കെ, യെസ്. ഹംദുല, ജാസ്മിൻ, ഡോക്ടർ സോനു ഇവരെല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. സോ വി മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ അടുത്ത ക്വസ്റ്റ്യൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ക്വസ്റ്റ്യൻ വായിച്ചോ, എന്നിട്ട് പെട്ടെന്ന് ആൻസർ പറ, വേഗം പറ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓപ്ഷൻ നമ്പർ 1 ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ എർത്ത്. ഓപ്ഷൻ നമ്പർ 2 independent of the mass of the body. Option number 3 independent of both the mass of the earth and the body. Option number 4 dependent on both the mass of the earth and the body. ഏതാണ് ഓപ്ഷൻ നമ്പർ? ഓപ്ഷൻ നമ്പർ 1. ദാന പറഞ്ഞിട്ടുണ്ട് 1 ആണെന്ന്. Any others? ഓപ്ഷൻ നമ്പർ 2 വന്നിട്ടുണ്ട്. ആരൊക്കെയാ? ഡോക്ടർ സോനു, ഷംന, MC, then റാസിൻ ഓപ്ഷൻ നമ്പർ 2, then ഓക്കെ ദാന മാറ്റി പറഞ്ഞു 2 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ നമ്പർ 2 ആണല്ലേ. എന്താ നമ്മുടെ ജിയുടെ ഇക്വേഷൻ എന്താ? G is equal to GM/r² ആണ്. ഇത് മാസ് ഓഫ് എർത്ത് ആണെങ്കിൽ ഇത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. സോ G is equal to GME/RE² ആണ്. ഇവിടെ എവിടെയും ആര് വരുന്നില്ലടാ, എവിടെയും ആര് വരുന്നില്ല മക്കളെ, ആര് വരുന്നില്ല?
നമ്മുടെ മാസ് ഓഫ് ബോഡി വരുന്നില്ലേ അല്ലേ? ദർ ഇസ് ഓൺലി മാസ് ഓഫ് എർത്ത്. റിഫ ഫാത്ത് എന്താ ചോദിച്ചാൽ എക്സാമ്പിൾ 8.4 ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ NCERT എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ചെയ്യ്, ദിസ് ഈസ് മൈ നമ്പർ. ഓക്കെ, എക്സാമ്പിൾ 8.4 ഏതാ നിങ്ങൾക്ക് അറിയില്ല, 9745302200. ദിസ് ഈസ് മൈ നമ്പർ കേട്ടോ. ഈ നമ്പറിലേക്ക് ക്വസ്റ്റ്യൻ ഒന്ന് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് ഇസ് മൈ ഫോൺ നമ്പർ, ദിസ് ഇസ് മൈ ഓഫീസ് നമ്പർ, സോ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദിസ് ഫോർ എനി ഡൗട്ട്സ് യു ഹാവ്. ഓക്കെ ഓക്കെ, so മക്കളെ, acceleration due to gravity is independent of the mass of the earth, independent of the mass of the body, independent of both the mass of the earth and the body. ഇതിൽ ഏതാ ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓക്കെ, അവിടെ റാസിൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ലൈവിൽ നീ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പീഡോമീറ്റർ കാണിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും. ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ ആക്കിപ്പോയി. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ പറയാഞ്ഞത്. ആ സംഭവം എന്താ വെച്ചാൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആണ് ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് നോട്ട് ഇൻ ഡയറക്ഷൻ. ഓക്കെ, സോ സ്പീഡോമീറ്ററിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഓക്കെ, ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ റാസിൻ? റാസിന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, രണ്ട് സെയിം അല്ലേ, പിന്നെന്താ അതിലത് കാണിക്കണമെന്ന് കേട്ടോ. ഓക്കെ, സോ ദേ ആർ ബോത്ത് ഡിഫറെൻറ്റ് ഇൻ ദെയർ ഡയറക്ഷൻ. ക്ലിയർ? ഓക്കെ, സോ എടാ നോക്കിക്കോ, സപ്പോസ് ദർ എക്സിസ്റ്റഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് വിത്ത് ഡയറക്ഷനാണ്. ഓക്കെ, so suppose there existed a planet that went around the sun twice as fast as the earth, then its orbital size as compared to that of the earth would be. അപ്പോൾ orbital size ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എടാ ഒരു പ്ലാനറ്റ് ഉണ്ട് ആൻഡ് അതെന്താ ചെയ്യണത്, സണ്ണിനെ, നമ്മുടെ എർത്ത് സണ്ണിന് ചുറ്റുന്നതിനേക്കാളും ഡബിൾ ആയിട്ടാണ് ആര് പോണത്, നമ്മുടെ ഇത് പോണത്, ആര്, ഈ പ്ലാനറ്റ് പോണത്. ഓക്കെ, അങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക, ദർ എക്സിസ്റ്റ്. then its orbital size as compared to that of the earth, അതിൻ്റെ ഓർബിറ്റൽ സൈസ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചുള്ളൂ. നമ്മൾ എന്താ കാണുക, എങ്ങനെ കാണാം, നമ്മൾ എങ്ങനെ കാണാം, ഇവിടെ നമ്മൾ നോക്കുന്ന സാധനം എന്താണ്, പ്ലാനറ്റും സണ്ണുമാണ്. ഓക്കെ, തന്നിട്ടുള്ളത് ഓർബിറ്റൽ സൈസും തന്നിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് ടു അപ്ലൈ, എന്താ അപ്ലൈ ചെയ്യേണ്ടത്, എടാ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ ഇവിടെ വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആര് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കടാ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് ദ പ്ലാനറ്റ് ആയിരിക്കും അല്ലേ. നമ്മുടെ സണ്ണ് കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് ദ പ്ലാനറ്റ് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ എന്ത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏത് ഫോഴ്സ് കൊടുക്കുന്നത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് എന്തുണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പം എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, എടാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ എന്താണ്, GME. ഓക്കെ, GMME അല്ല, സോറി. ഓക്കെ, ഇങ്ങനെയല്ല, okay, so there existed a planet that went around the sun twice as fast as the earth, then orbital size, എടാ ഈ ഇക്വേഷൻ നമ്മുടെ കെപ്ലർസ് തേർഡിലോ അല്ലേ, T² is proportional to R³ ആണ്. ഓക്കെ, T² is proportional to R³ ആണ്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്, T around the sun twice as fast of the earth. അപ്പം നമുക്ക് എന്ത് പറയാം, TEയും, ഓക്കെ, സോ ഒരു പ്ലാനറ്റ് ആണ് അല്ലേ, പ്ലാനറ്റിൻ്റെത് ഓക്കെ അറൗണ്ട് ദ സൺ. അപ്പം ടി പ്ലാനറ്റും ടി എർത്തും തമ്മിലുള്ള സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ പ്ലാനറ്റും ആർ എർത്തും തമ്മിലുള്ള റേഡിയസിൻ്റെ ഹോൾ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത്, ടി പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്താണ്, 2 times of T ആണ്. സോ 2², 4 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ആർ പ്ലാനറ്റ് ഓർബിറ്റൽ സൈസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ, RP/RE ഹോൾ ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ ഇവിടുന്ന് നമ്മൾ RE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം 6400 കിലോമീറ്റേഴ്സ് അല്ലേ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും, RP വിൽ ബി ഈക്വൽ ടു ഒരു ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ, യു ക്യാൻ കാൽക്കുലേറ്റ് ദാറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തരണോ, ഉണ്ടല്ലോ. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തില്ലേ. ഓക്കെ, ആ സംഭവം ക്ലിയർ ആയല്ലോ, T² is proportional to R³ എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ, അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ സാറ്റലൈറ്റ്സ് ഓഫ് ദ ജൂപ്പിറ്റർ ഹാസ് എൻ ഓർബിറ്റൽ പീരീഡ് ഓഫ് 1.769 days ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് is 4.22 × 10⁸.
The ratio of mass of Jupiter and the mass of the sun nearly is. ഇവിടെ നമ്മൾ നേരത്തെ സെയിം കൺസെപ്റ്റ് ആണ് അല്ലേ? എന്താണ്? ജൂപ്പിറ്ററിൻ്റെ ഒരു സാറ്റലൈറ്റ്, ഓക്കെ, അതിൻ്റെ ഓർബിറ്റൽ പീരീഡ് ഉണ്ട് ആൻഡ് റേഡിയസ് ഉണ്ട്. ഇവിടെ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് ദ ജൂപ്പിറ്റർ ആൻഡ് മാസ് ഓഫ് ദ സൺ ആണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ സെയിം കൺസെപ്റ്റ്. ഡോക്ടർ സോനു ഹാസ് സോഡ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണോ കിട്ടുന്നത്? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ആ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല, സോ ദാറ്റ്സ് വൈ ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ഓക്കെ ഓക്കെ, സോ എടാ ഇവിടെ നമ്മൾ നേരത്തെ സെയിം കൺസെപ്റ്റാണ്. എന്താ കൺസെപ്റ്റ്? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആരെ കൊടുക്കുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. ക്ലിയർ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. അപ്പം നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? Gmm/r² is equal to mv²/r ആണ്. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നോക്കിക്കോ, G ഇൻറ്റു ME ഇൻറ്റു മാസ് ഓഫ് എർത്ത് കേട്ടോ. അപ്പോൾ മാസ് ഓഫ് എർത്ത് അല്ല, സോറി, ഇവിടെ ജൂപ്പിറ്റർ അല്ലേ? ഓക്കെ. അപ്പോൾ മാസ് ഓഫ് ജൂപ്പിറ്ററും അതിൻ്റെ സാറ്റലൈറ്റും ആണ്. സോ നമുക്ക് അതിനെ MP എന്ന് എടുക്കാം. ഓക്കെ, സോ മാസ് ഓഫ് ദ പ്ലാനറ്റ് ഇൻറ്റു മാസ് ഓഫ് ജൂപ്പിറ്റർ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓക്കെ, റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് അല്ല കേട്ടോ, RP എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ഓർബിറ്റിൻ്റെ ഡിസ്റ്റൻസ്. RO എന്ന് വേണമെങ്കിൽ എടുക്കാം. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് RP. ഓക്കെ, ഓർബിറ്റ് റേഡിയസ് ആണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു MV²/r ആണ്. ഇതിന് നമുക്ക് എന്തൊക്കെ എഴുതാം? പ്ലാനറ്റിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ MP ഇൻറ്റു VP²/RP. ഈ RP ആരാണ്? നമ്മുടെ പ്ലാനറ്റിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടുന്ന് നമ്മൾക്ക് എന്ത് കിട്ടും മക്കളെ? VPക്കൊരു ഫോർമുല കിട്ടും. എന്താ കിട്ടുക? VP² is equal to GMP/mj into RP divided by MP എന്ന് വരും. This is equal to അല്ല എങ്ങനെയല്ല, we have VP² എന്ന് വേണ്ട, we have VP is equal to VP വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താക്കിയിട്ട് എടുക്കാം? അവിടെ VP എന്ന് പറയുന്നത് 2π/t ആയിരിക്കും, റൈറ്റ്? സോ 2πr/t ആയിരിക്കും. ടോട്ടൽ എത്ര? സർക്കംഫറൻസ് 2πr ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ, അതായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വി ഹാവ് 2πrp/t. ഈ 2πrp/t നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നോക്കിക്കോ, വി ഹാവ് G ഇൻറ്റു MJ/RP² is equal to MP into 2πrp 4π² RP²/t² ഉണ്ടാവും. സോ യു ക്യാൻ റൈറ്റ് T²RP എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഈ RP കട്ടാവും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് എത്ര കിട്ടും നമുക്ക്? പിന്നെന്താ കിട്ടുക? പിന്നെ ആരൊക്കെ പോവും? ആരും പോകില്ല. അവിടെ MP ഉണ്ട്. ഈ എംപിയും ക്യാൻസൽ ആവും. സോ വി ഹാവ് മാസ് ഓഫ് ജൂപ്പിറ്റർ അല്ലേ കാണാൻ പറഞ്ഞേ? റേഷ്യോ ഓഫ് മാസ് ഓഫ് ദ ജൂപ്പിറ്റർ ടു മാസ് ഓഫ് ദ സൺ ആണ്. മാസ് ഓഫ് ജൂപ്പിറ്റർ ആണ്. മാസ് ഓഫ് ജൂപ്പിറ്റർ is equal to 4π² ഇൻറ്റു RP. ഇവിടെ ഒരു RP ഉണ്ട്, ഒരു RP² കൂടെ വരും. സോ 4π² RP³ 4π² RP³ ഡിവൈഡഡ് ബൈ T² ഉണ്ട്, റൈറ്റ്? T² TP ആണ് കേട്ടോ, പ്ലാനറ്റിൻ്റെ T ആണ്. ഓക്കെ, സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാറ്റലൈറ്റ്. TP² ഇൻറ്റു ആരും കൂടെ വരും? ഈ G ഇങ്ങോട്ട് ഇറങ്ങും. സോ TP² ഇൻറ്റു G എന്ന് വരും. ക്ലിയർ? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ 1.9 × 10⁻27. RP ഒക്കെ അവിടെ തന്നിട്ടുണ്ട്, TP തന്നിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ആറ്റ് ദ ആൻസർ 1.9 × 10⁻27 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ എന്താണ്? മാസ് ഓഫ് ജൂപ്പിറ്റർ to the mass of sun ആണ്. mass of Jupiter to the mass of sun which is equal to എത്ര ആയിരിക്കും? mass of sun എത്രയാണ്? 1.9 × 10⁻27. what is this happening? divided by TP² അല്ല, mass of sun എത്രയാണ്? 1.08 × 10⁻30. that is equal to almost 1/1000 എന്ന് വരും. so you have the ratio at 1/1000. option number 2. clear?
ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? Can we move to the next question? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Is that clear? Is that clear? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Let us assume that our galaxy consists of 2.5 into 10 power 11 stars, each of one solar mass. Okay, how long will a star at a distance of 50,000 light years from the galactic center take to complete one revolution? അപ്പോൾ നമ്മുടെ ഗാലക്സിയിൽ ഒരു 2.5 into 10 power 11 number of stars ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഓരോന്നിനും ഓരോ സോളാർ മാസ് ആണ്. ഓക്കെ, ഈച്ച് ഓഫ് വൺ സോളാർ മാസ്. അതിൽ അപ്പോൾ ഒരു സ്റ്റാർ 50,000 ലൈറ്റ് ഇയർ പോകണം എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടത്? ക്ലിയർ? എത്ര സമയം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുക? നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പോലെ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ എന്താ ചെയ്യുക? എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ടൈം എടുക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാണണം? റേഡിയസ് കണ്ടാൽ മതി. കാരണം വി ഹാവ് ദ ഇക്വേഷൻ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ആർ ക്യൂബ് അല്ലേ? ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π². NCERT ബൂസ്റ്റർ എന്താണെന്നോ? എടാ NCERT ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERTയിലെ എക്സസൈസ്, ബാക്ക് എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിൽ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നോക്കിക്കോ. നമ്മൾ ആദ്യം എന്ത് കാണണം? ആളുടെ റേഡിയസ് കാണണം. റേഡിയസ് കണ്ടു കഴിഞ്ഞാൽ വി ഹാവ് ദ ഇക്വേഷൻ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π² ബൈ എന്തായിരുന്നു? 4π² r² ബൈ gm എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. 4π² ബൈ gme ഇൻറ്റു r³ എന്നുള്ള ഇക്വേഷൻ നമുക്കുണ്ട് അല്ലേ? ക്ലിയർ? അപ്പം നമുക്ക് ആദ്യം എന്ത് കാണാം? റേഡിയസ് കാണാം. അതിന് നമുക്ക് ആദ്യം തന്നിട്ടുള്ള സാധനം എന്തൊക്കെയാണ്? മാസ് ഓഫ് ദ ഗാലക്സി എത്രയാണ്? മാസ് ഓഫ് ദ ഗാലക്സി എത്രടാ? 2.5. ഗാലക്സി കൺസിസ്റ്റ് ഓഫ് 2.5 into 10 power 11 സ്റ്റാർസ് ആണ്. ഓക്കെ, സോ നമ്മുടെ മാസ് ഓഫ് ദ ഗാലക്സി എന്തായിരിക്കും? ഓരോന്നിനും ഓരോ സോളാർ മാസ് ആണ്. സോ മാസ് ഓഫ് ദ ഗാലക്സി വിൽ ബി 2.5 into 10 power 11 സോളാർ മാസ് ആയിരിക്കും. ഓക്കെ, സോ സോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ദ സൺ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? സോളാർ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സൺ ആണ്. 1 സോളാർ മാസ് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? മാസ് ഓഫ് ദ സൺ 2 into 10 power 30 എന്ന് എഴുതാൻ നോക്ക്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 2 into 10 power 30. ഓക്കെ, സോ മാസ് ഓഫ് ദ ഗാലക്സി ഉണ്ട്. നമുക്ക് 1 സോളാർ മാസ് എത്രയെന്നും കിട്ടി. നമുക്ക് എന്ത് കാണണടാ? റേഡിയസ് കാണണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മിൽക്കി വേ, നമ്മുടെ മിൽക്കി വേൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ റേഡിയസ് എന്ന് പറയുന്നത്? റേഡിയസ് ഡയമീറ്റർ ഓഫ് ദ മിൽക്കി വേ തന്നിട്ടുണ്ട്. ആൻഡ് ദ റേഡിയസ് വിൽ ബി ദ ഹാഫ് ഓഫ് ദിസ് മിൽക്കി വേ. അപ്പോൾ റേഡിയസ് കാണാൻ ഡയമീറ്റർ എത്രയാടാ? 10⁵ ലൈറ്റ് ഇയർ ആണ്. ഓക്കെ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.46 into 10 power 15 മീറ്റേഴ്സ് ആണ്. അപ്പോൾ 10⁵ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 into 10 power 15 into 10 power 5 മീറ്റേഴ്സ് എന്ന് കിട്ടി. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട പകുതി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0.5 into 9.46 into 10 power 15 into 10 power 5 എന്ന് എഴുതാം. യു വിൽ ഗെറ്റ് ദ ആൻസർ 4.73 into 10 power 20 മീറ്റേഴ്സ് എന്ന് കിട്ടും. എന്താ അത്? റേഡിയസ് അല്ലേ? റേഡിയസ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? ചെയ്യാൻ സ്ഥലമില്ലല്ലോ. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 4π² ബൈ gm ഇൻറ്റു r³ ആണ് അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു നീറ്റിന് ലെങ്തി കാൽക്കുലേഷൻ വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നീറ്റിന് ലെങ്തി കാൽക്കുലേഷൻ ചോദിക്കാറുണ്ട്. ദർ ആർ മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറില്ലേ? ലെങ്തി കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ 4π² ബൈ gm ഇൻറ്റു r³ എന്ന് എഴുതാം. ഓക്കെ, ഈ എക്സസൈസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ നീറ്റ് എക്സാം. ഓക്കെ, നമ്മുടെ NCERT ബാക്ക് എക്സസൈസ് ഒക്കെ നിങ്ങൾ അധികം ശ്രദ്ധിക്കാറില്ല. ഓക്കെ, അതെന്ന് പറയുന്നത് നീറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ 4π² r³ ബൈ gm എന്നുള്ള സാധനം ഉണ്ട് അല്ലേ? r³ ബൈ gm. അപ്പോൾ ഈ T² ആണിത്. ദിസ് ഈസ് ഈക്വൽ ടു T². അപ്പോൾ T എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ടോട്ടൽ വാല്യൂ 4π² ബൈ gm ഇൻറ്റു r³ ഹോൾ റേസ് ടു 4π² ബൈ r³ ഹോൾ റേസ് ടു 1/2 ആയിരിക്കും. ക്ലിയർ? 1/2 ആയിരിക്കും ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണേ. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
4 into 3.14 square into the radius എന്താണ് 4.73 into 10 power 20 whole cube divided by g എത്രടാ 6.67 into 10 power minus 11 into മാസ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ട മാസ് ഉണ്ട് എത്ര മാസ് 5 into 10 raised to 41 എന്ന സാധനം ഉണ്ട് എന്തായിരുന്നു ഈ സാധനം 2.5 into 2 അപ്പോൾ 5 into 10 power 30 into 10 power 11 വരും so that is equal to 10 power 41 അപ്പോൾ നമുക്ക് എന്താ എഴുതാം 5 into 10 power 41 എന്ന് എഴുതാം that is equal to the time period and when you calculate you will get this as 3.55 into 10 power 8 years എന്ന് വരും okay 3.5 into 10 power 8 years എന്ന് വരും okay so option number will be option number 1 clear അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് a comet orbits the sun in a highly elliptical orbit the comet has a constant ഒരു കോമറ്റ് ഉണ്ട് സണ്ണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ട് കോമറ്റിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏതാ കോൺസ്റ്റന്റ് ഞാൻ പറഞ്ഞോ ഏതാ കോൺസ്റ്റന്റ് പെട്ടെന്ന് പറ which will be the constant ഞാൻ പറ ഏതാണ് കോൺസ്റ്റന്റ് which is constant ഏതാ കോൺസ്റ്റന്റ് ലീനിയർ സ്പീഡ് ആണോ ആംഗുലാർ സ്പീഡ് ആണോ ആംഗുലാർ മൊമെന്റം ആണോ കൈനറ്റിക് എനർജി ആണോ ഏതാ കോൺസ്റ്റന്റ് which one is constant എടാ ഒരു കോമറ്റ് എന്ന് പറഞ്ഞാൽ ആ കോമറ്റിന്റെ മുകളിൽ ആകെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമല്ലേ ഉള്ളൂ സോ ദാറ്റ് മീൻസ് ഇയാളുടെ മേൽ ആരില്ലടാ there is no torque acting on it okay there is no torque acting on this comet എടാ ഒരു കോമറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ മുകളിൽ നെറ്റ് ടോർക്ക് 0 ആണെന്ന് പറഞ്ഞാൽ that means its angular momentum will be conserved that will be constant clear so angular momentum will be constant okay alle clear alle angular momentum good Anisa Ani പിന്നെ ആരാ പറഞ്ഞിട്ടുള്ളത് എടാ okay Fatima Hiba angular momentum option number 3 Anushri angular momentum good അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് which of the following symptoms is not likely to afflict an astronaut in space ഒരു സ്പേസിലെ ആസ്ട്രോനോട്ടിനെ ബാധിക്കാത്ത സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ താഴത്തെ ഓപ്ഷനിൽ എടാ ഒരു ആസ്ട്രോനോട്ട് സ്പേസിൽ പോയി കഴിഞ്ഞാൽ മിസ് ക്ലിയർ ആയില്ലെന്നോ എന്താണ് ക്ലിയർ ആവാത്തത് എടാ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ ആൻഡ് ദാറ്റ് ഇസ് ബാലൻസ്ഡ് ബൈ ദി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും ഓക്കെ സോ അവിടെ എന്തുണ്ടാവില്ലടാ ആ ബോഡിയുടെ മുകളിൽ നെറ്റ് ടോർക്ക് ഉണ്ടാവില്ല നെറ്റ് ടോർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ബോഡിയുടെ ആംഗുലാർ മൊമെന്റം വിൽ ബി കോൺസ്റ്റന്റ് ഓക്കെ ദാറ്റ്സ് എ കൺസെപ്റ്റ് ക്ലിയർ Next question, which of the following symptoms is not likely to afflict an astronaut in space? ഒരു സ്പേസിലെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും ടോട്ടൽ എനർജി വിൽ ബി കോൺസ്റ്റന്റ് ഇതിലുണ്ടോ ടോട്ടൽ എനർജി ഇല്ലല്ലോ നമുക്ക് കൈനറ്റിക് എനർജി എന്നല്ലേ ഉള്ളൂ ഓക്കെ Which of the following symptoms is not likely to afflict an astronaut in space? എടാ ഒന്നാമത്തെ സിംറ്റം നോക്കിക്കേ swollen feet എന്ന് വെച്ചാൽ എന്താ കാല് വീർക്കുക കാലെപ്പോഴാണ് വീർക്കല്ലേ നമുക്കിപ്പം നിങ്ങളുടെ കാലിലൊക്കെ നീര് വരില്ല എപ്പോഴാണ് കാല് നീര് വന്ന് വീർക്കും എന്ന് പറയാൻ പാടില്ല സ്വെള്ളം ചെയ്യും ഇങ്ങനെ എപ്പോഴാണ് സംഭവിക്കുക നമ്മുടെ വെയിറ്റ് അല്ലേ നമ്മുടെ വെയിറ്റ് കാരണം നമ്മുടെ വെയിറ്റ് മൊത്തം കാല് താങ്ങിയിട്ട് അതിലൊരു പ്രഷർ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക കാല് സ്വെള്ളം ചെയ്യുക അല്ലേ അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ ആസ്ട്രോനോട്ട് ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്ത സ്പേസിലെത്തുന്ന സമയത്ത് ഈ ആസ്ട്രോനോട്ടിന് എന്ത് ഫീൽ ചെയ്യില്ല വെയിറ്റ്ലെസ് ബോഡീസ് ആണ് സ്പേസിൽ അല്ലേ അപ്പോൾ അവിടെ വെയിറ്റ് ആക്ട് ചെയ്യില്ല റൈറ്റ് ദർ ഇസ് നോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്പോൾ എന്ത് സംഭവിക്കൂടാ നമ്മുടെ മിന്നൽ മുരളി സ്വെള്ളൻ ഫേസ് അല്ല നോക്കിക്കോ അപ്പോൾ നമ്മുടെ ബോഡിയുടെ മൊത്തം വെയിറ്റ് കാലിലേക്ക് താങ്ങിയിട്ടാണ് സ്വെള്ളൻ ഫീറ്റ് വരിക ഓക്കെ അപ്പോൾ ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് സ്പേസിൽ എന്ത് സംഭവിക്കൂല ഈ നമ്മുടെ വെയിറ്റ് മൊത്തം താങ്ങാനുള്ള സംഭവം ഉണ്ടാവില്ല കാരണം അവിടെ വെയിറ്റ്ലെസ് ആണ് സോ നമ്മുടെ വെയിറ്റ് എന്ത് ചെയ്യുന്നില്ല കാലിലേക്ക് താങ്ങുന്നില്ല സോ അവിടെ സ്വെള്ളൻ ഫീറ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല ഓക്കെ ക്ലിയർ രണ്ടാമത്തേത് സ്വെള്ളൻ ഫേസ് ആണ് സ്വെള്ളൻ ഫേസ് വരാനുള്ള റീസൺ എന്താ അവിടെ അവർക്ക് സ്വെള്ളൻ ഫേസ് വരാനുള്ള റീസൺ എന്താണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്പാരൻറ്റ് വെയിറ്റ്ലെസ്സസ് കാരണം നമുക്ക് അവിടെ വെയിറ്റ്ലെസ്നെസ് ആണ് ഫീൽ ചെയ്യുക അവിടെ വെയിറ്റ് ഉണ്ടാവില്ല നമ്മുടെ മേലിൽ അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും ഒരു
എന്താ പറയുക ആ വെയ്റ്റ്ലെസ്നെസ് കാരണം നമുക്ക് സ്വള്ളൻ ഫേസ് വരാം. ഓക്കെ, ഇവിടെ സ്വള്ളൻ ചെയ്യാം, പക്ഷെ നമ്മുടെ വെയിറ്റ് കാരണം താഴേക്ക് തൂങ്ങിയിട്ട് കാലിൽ എന്ത് ചെയ്യില്ല, സ്വള്ളൻ വരില്ല കേട്ടോ. ഓക്കെ, തേർഡ് വൺ തന്നെ ഹെഡ് ഏക്കാണ് വരാം. എന്താ, മെൻ്റൽ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും കാരണമൊക്കെ ഹെഡ് ഏക്ക് വരാം. ഓറിയൻറ്റേഷനിൽ പ്രോബ്ലം വരാം. കാരണം എന്താ, നമുക്ക് സ്പേസിൽ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ആണ്. അപ്പോൾ ആ ഓരോ ഓറിയൻറ്റേഷനിലും ഓരോരോ കൈൻഡ് ഓഫ് ഓറിയൻറ്റേഷനാണ് നമുക്കും ഉണ്ടാവുക. സോ ആ ഓറിയൻറ്റേഷനിൽ പ്രോബ്ലം എന്ത് വരാം, പക്ഷേ ഈ സ്വള്ളൻ ഫീറ്റ് വരില്ല കേട്ടോ. ക്ലിയർ? ഞാൻ ക്ലാസ് തന്നെ എന്തോന്നാടാ അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A rocket is fired from the earth towards the sun. At what distance from the earth's center is the gravitational force on the rocket is 0? അവിടെ ഒരു റോക്കറ്റ് ഉണ്ട്, എർത്തിൽ നിന്ന് സണ്ണിലേക്ക് വിട്ടതാണ്. എന്നിട്ടോ at what distance, എർത്തിൻ്റെ സെൻട്രൽ നിന്നാണ് ചോദിച്ചത് കേട്ടോ. എർത്തിൻ്റെ സെൻട്രൽ നിന്ന് at what distance is the gravitational force on the rocket is 0? റോക്കറ്റിൻ്റെ മുകളിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് ഓഫ് ദ സൺ ഉണ്ട്, മാസ് ഓഫ് ദ എർത്ത് ഉണ്ട്, ഓർബിറ്റൽ റേഡിയസ് ഉണ്ട്, അതർ പ്ലാനറ്റ്സിൻ്റെ എഫക്റ്റ് ഒക്കെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുക? നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഇതിൻ്റെ മുകളിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 നേഹ പറഞ്ഞിട്ട് സ്വള്ളൻ ഫീറ്റ്. ഇപ്പോഴാണ് നീ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വള്ളൻ എന്തൊക്കെ ഞാനീ പറയണേ. നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കറ്റിൻ്റെ മുകളിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആണെന്ന് പറയണമെങ്കിൽ ഈ റോക്കറ്റിൻ്റെ മുകളിൽ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സൺ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ക്ലിയർ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ഈ റോക്കറ്റിൻ്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവർ രണ്ടുപേരെയും ഇക്വേറ്റ് ചെയ്താൽ പോരെ. ഓക്കെ, ആദ്യം നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് ഓഫ് സൺ ഈക്വൽ ടു 2 × 10⁻30. ഈ സാധനം എന്താണെന്ന് പഠിച്ചു വെച്ചോട്ടോ, നമുക്ക് ചിലപ്പോൾ എപ്പോഴും തന്നോളണമെന്നില്ല. ഓക്കെ, പിന്നെ മാസ് ഓഫ് എർത്ത് എം ഈസ് ഈക്വൽ ടു 6 × 10⁻24. പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട്. വി ക്യാൻ റൈറ്റ് ആർ ഇസ് ഈക്വൽ ടു 1.5 × 10⁻11. ഓക്കെ, ഇനിയോ മാസ് ഓഫ് ദ റോക്കറ്റിനെ ഞാൻ എം ആയിട്ട് എടുക്കുകയാണ്. നമുക്കറിയില്ല, എത്ര തന്നിട്ടില്ല. മാസ് ഓഫ് ദ റോക്കറ്റിനെ ഞാൻ എം ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മളെന്താ ചെയ്യുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂ ടു ദി സൺ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അറിയോ? ഇവിടെ ഒരു ഇതാണ് നമ്മുടെ എർത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ സണ്ണ്. ഓക്കെ, ദിസ് ഈസ് ദ സൺ, ദിസ് ഈസ് എർത്ത്. അപ്പോൾ ഈ റോക്കറ്റ് ഇങ്ങനെ വിടുന്ന സമയത്ത് സപ്പോസ് നമ്മുടെ റോക്കറ്റ് ഉള്ളത് ഇവിടെയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഫോഴ്സ്, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ആൻഡ് ഈ ഡിസ്റ്റൻസ് ഞാൻ r-x ആക്കിയിട്ട് എടുക്കുകയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ 6 ഓർബിറ്റൽ റേഡിയസ് എടുത്തു. ഓക്കെ, r-x ആക്കിയിട്ട് ഞാൻ എടുക്കുകയാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ എഴുതും. എന്ത്? GM, ഈ എം ആരാണ്? മാസ് ഓഫ് ദ എർത്ത് ആണ്, ഇൻറ്റു മാസ് ഓഫ് ദ റോക്കറ്റ് ഡിവൈഡഡ് ബൈ r. എടാ ഇവിടുത്തെ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? വേണ്ട. ഓക്കെ, ഏത് ഡിസ്റ്റൻസാണ് നമ്മൾ ഇതാക്കിയിട്ട് എടുക്കുക? എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് സെൻറ്റർ അല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ GM/x. ഓക്കെ, center of the earth x square is equal to gm sun into mass of the rocket divided by r-x the whole square എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാടാ? g ക്യാൻസലായി, m ക്യാൻസലായി. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? r-x square divided by x square is equal to ms/m എന്ന് എഴുതി കൂടെ അല്ലേ? ms/m എന്ന് എഴുതാം. ഇവിടെയോ ഇനി നമ്മൾ റൂട്ട് എടുക്കാൻ പോകണം. അപ്പോൾ r-x ദി ഹോൾ സ്ക്വയർ അല്ലേ? r-x/x ഈക്വൽ ടു മാസ് ഓഫ് ദ സൺ എത്രയാണ്? 2 × 10⁻30 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ എർത്ത് എത്ര തന്നിട്ടുള്ളത്? 6 × 10⁻24 തന്നിട്ടുണ്ട്. ഓക്കെ, സോ r-x/x ഈക്വൽ ടു 2 × 10⁻30 ഡിവൈഡഡ് ബൈ 6 × 10⁻24 എന്ന് തന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര ആയിരിക്കും? 577.35 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ,
ഇവിടെ നമുക്ക് എന്ത് കാണണം? ഈ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് കാണണം. എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എങ്ങനെയാണ് കാണുക? എക്സ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ദിസ് വാല്യൂ. ഓക്കെ, സോ ആർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? ആർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് എക്സ്, ആർ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 1.5 ഇൻറ്റു 10 പവർ 11 ആണ്. സോ 1.5 ഇൻറ്റു 10 പവർ 11 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 577.35. ഇവിടുന്ന് ഈ എക്സിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു 578.35. അവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടും? 2.59 ഇൻറ്റു 10 പവർ 8 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ? എക്സ് ഈക്വൽ ടു 2.59 ഇൻറ്റു 10 പവർ 8 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്ന് കിട്ടി? 2.59 ഇൻറ്റു 10 പവർ 8 എന്നുള്ള ഡിസ്റ്റൻസിലാണെന്ന് കിട്ടി. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? If the mean orbital radius of the earth around the sun is 1.5 into 10 power 8 kilometer, then the mass of the sun is approximately എന്താ തന്നിട്ടുള്ളത്? mean orbital radius of the earth around the sun തന്നിട്ടുണ്ട്, which is equal to 1.5 into 10 power 8 kilometer. Then mass of the sun is approximately എത്രയാണ് സണ്ണിൻ്റെ മാസ് എന്ന് പറയുന്നത്? എത്രയായിരിക്കുമടാ? How will we see? എങ്ങനെ നമ്മൾ കാണാം? നേരത്തെ പറഞ്ഞ സെയിം സാധനം എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുള്ള സാധനം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുള്ള സാധനം. ഡോക്ടർ സോനു ഹാസ് സെഡ് ദ ആൻസർ ഈസ് 2 എന്ന് പറഞ്ഞു. ഏതിൻ്റെ ആൻസർ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണോ പറയണേ? ഓക്കെ, അത് ശരി, ഇത് നമ്മൾ കാണേണ്ട ആവശ്യമില്ലല്ലേ? ഓക്കെ, നമ്മൾ കാണേണ്ട ആവശ്യമില്ല. വി ഹാവ് 2 into 10⁻30 ആൻസർ കറക്റ്റ് അല്ലേ? പറയണമെന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനാണ് ചോദിക്കണം. നിങ്ങൾ എന്താ ചെയ്യുക? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ജി ഇൻറ്റു നമ്മുടെ മാസ് ഓഫ് എർത്ത് ഇൻറ്റു മാസ് ഓഫ് എർത്ത് ഇൻറ്റു നമ്മുടെ മാസ് ഓഫ് സൺ ഇൻറ്റു മാസ് ഓഫ് എർത്ത് divided by r square is equal to mass of earth. എർത്തിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് mr omega square. സോ m ഇൻറ്റു r omega square എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 2π/t ആണ്. സോ m ഇൻറ്റു r ഇൻറ്റു 4π²/t സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, ഇവിടുന്ന് എം എസിന് നിങ്ങൾക്ക് 4π²r³ എന്ന് എഴുതാൻ പറ്റും. അവിടുന്ന് നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ ആൻസർ 2 into 10⁻30 എന്ന്. ക്ലിയർ? ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 2. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നീറ്റിന് വന്ന് നല്ല സുഖം അല്ലേ? എടുക്കുക, കാണാൻ, നേരിട്ട് കുത്തുക അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a Saturn year is 29.5 times the Earth year. How far is Saturn from the Sun if the Earth is 1.5 into 10⁻8 kilometer away from the Sun? എന്താ പറഞ്ഞേ? സാറ്റേൺ ഇയറിൻ്റെത് ഒരു സാറ്റേണിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു വർഷത്തിൻ്റെ 29.5 ടൈംസ് ആണ്. എൻ്റെ അമ്മേ, ഭയങ്കരമാണല്ലേ? ഹൗ ഫാർ ഇസ് സാറ്റേൺ ഫ്രം ദ സൺ ഇഫ് ദ എർത്ത് ഈസ് 1.5 into 10⁻8 കിലോമീറ്റർ എവേ ഫ്രം ദ സൺ. അപ്പോൾ സണ്ണിൻ്റെയും ഓർബിറ്റൽ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ സാറ്റേൺ എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അശ്വിൻ രാജു 1 2 3 ഇതെന്താടാ? എല്ലാ ആൻസറാണോ? 1 2 3 4 ലേലവിളിയാണ്. ഏതെങ്കിലും ഒന്ന് എടുക്കുക അല്ലേ? മിസ്സിന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. അതാണ് അശ്വിൻ രാജു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതാ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? തേർഡ് ലോ അല്ലേ? കെപ്ലേഴ്സ് തേർഡ് ലോ വിച്ച് സേസ് t² is proportional to r³. തേർഡ് ലോ അപ്ലൈ ചെയ്യും. നമ്മളെന്താ ചെയ്യുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി ഹാവ് d² is proportional to r³. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? t of earth. ഓക്കെ, t of earth to the t of earth അല്ലെങ്കിൽ നമുക്ക് ഏതാ? സാറ്റേണിൻ്റെ അല്ലേ കാണണ്ടേ? അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ചെയ്താം. ടി സാറ്റേൺ ടു ടി എർത്തിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു r Saturn by r e സ്ക്വയർ ആണ്, അല്ല ക്യൂബാണ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് ഓഫ് സാറ്റേൺ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് 29.5 ടൈംസ് ദ എർത്ത് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എർത്തിൽ ഒരു ഇയർ, മറ്റത് 29.5. സോ 29.5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സാറ്റേൺ എത്രടാ? റേഡിയസ് ഓഫ് ദ സാറ്റേൺ എത്ര തന്നിട്ടുണ്ട്? അതാ കാണണ്ടേ അല്ലേ? ഓക്കെ, ഹൗ ഫാർ ഇസ് സാറ്റേൺ എന്ന് പറയുമ്പോൾ അതാ കാണണ്ടേ നമുക്ക്. സോ വി ഹാവ് RS ക്യൂബ് ബൈ റേഡിയസ് ഓഫ് എർത്ത് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? റേഡിയസ് ഓഫ് എർത്ത് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? അല്ലെങ്കിൽ ഓർബിറ്റൽ റേഡിയസ് ഓഫ് എർത്ത് എത്രയാണ്? 1.5 × 10⁸ ക്യൂബാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ RS ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് RS സാറ്റേണിൻ്റെ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു 14.3 × 10⁻11 കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ 1.43 × 10⁻12 എന്ന് എഴുതാം. 14.3 × 10⁻11 എന്ന് പറഞ്ഞാൽ 1.43 × 10⁻12. ഓക്കെ, ബോത്ത് ആർ ഈക്വൽ. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ബോഡി വെയ്സ് 63 ന്യൂട്ടൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് ഡ്യൂ ടു ദ എർത്ത് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്? എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. What is the gravitational force on it due to the earth at a height equal to half the radius of the earth? ഓക്കെ, അപ്പോൾ ഒരു ബോഡീൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, 63 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചുള്ളത്? ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. ഹൈറ്റ് r/2 ആണ്. അപ്പോൾ അവിടെ ഉള്ള ആളുടെ ചെയ്ത് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല, നീ ചെയ്തോ. ഓക്കെ, വിൽ ഗെറ്റ് ദ ആൻസർ ദാറ്റ് 14.3 × 10⁻11 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. അപ്പം നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാൻ, നീ ചെയ്തോ. നമ്മൾ അപ്പോഴത്തേനും ക്വസ്റ്റ്യൻ പറയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് റിലേഷൻ ഉണ്ടടാ. G' is equal to G divided by 1 plus h/r(e) the whole square എന്ന് ഇക്വേഷൻ ഇല്ലേ? ഹൈറ്റും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിൽ റിലേഷൻ പറയുന്ന ഇക്വേഷൻ ആണ്. G' is equal to G by 1 plus h/r(e) the whole square എന്നുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? This is equal to G' is equal to re square by re plus h the whole square എന്ന് എഴുതാം അല്ലേ? ഓക്കെ, അങ്ങനെ എഴുതാം. ഇൻറ്റു G എന്ന് എഴുതാം. ഓക്കെ, G re square by re plus h എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോടാ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും G' is equal to G × 1 - 2h/r എന്ന് ചെയ്താൽ പോരെയെന്ന് വിചാരിക്കോ? 1 - 2h/r എന്നുള്ള ഇക്വേഷനിൽ ചെയ്താൽ പോരെയെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ 1 - 2h/r ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? h ഷുഡ് ബി വെരി 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 ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ r. r എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ? 6400 കിലോമീറ്റർ ആണ് അല്ലേ? 6400 കിലോമീറ്റർ ആണ്. 6400 കിലോമീറ്ററിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം 2400 കിലോമീറ്റർ വരും. സോ ഇറ്റ് ഈസ് നോട്ട് വെരി വെരി ലെസ് ദാൻ. നമുക്കെപ്പോഴും 1 - 2h/r എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഷുഡ് ബി ലെസ് ദാൻ 150 കിലോമീറ്റേഴ്സ്. 150 കിലോമീറ്ററിന് താഴെയാണെങ്കിലേ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദി ഹൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 150 കിലോമീറ്റേഴ്സ് യു ഷുഡ് യൂസ് ദി ഇക്വേഷൻ G' is equal to G by 1 plus h/r whole square എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് h എന്ന് പറയുന്നത് എന്തായിരിക്കോടാ? ഇവിടുത്തെ h എന്ന് പറയുന്നത് ആരാണ്? re/2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇതെന്തായിരിക്കോടാ? 4/9 G ആയിരിക്കും. ഇത് 1 plus re/2/re എന്ന് പറയുന്നത് എന്താണ്? 1 plus 1/2 3/2 ഹോൾ സ്ക്വയർ. അപ്പോൾ 4/9 എന്ന് വരും. ഓക്കെ, 4/9 G എന്ന് വരും. ക്ലിയർ? ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ വെയിറ്റ് ഓഫ് ദ ബോഡി അറ്റ് ദിസ് ഹൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് എത്രയാണ്? mg ആണ്. അപ്പോൾ ഇവിടുത്തെ പുതിയ mg' അല്ലേ? m × 4/9 G ആയിരിക്കും. ദ ആൻസർ വിൽ ബി 28 ന്യൂട്ടൺ. ഓക്കെ, ക്ലിയർ? കാണുന്നില്ലല്ലേ? ക്ലിയർ? 28 ന്യൂട്ടൺ. ഗുഡ് റിഫ ഫാത്തി. ആൻസർ അറിയാം അല്ലേ? ഗുഡ് റിഫ ഫാത്തി, വെരി ഗുഡ്.
28 Newton ada. Adutha question nokam. Assuming the earth to be a sphere of uniform mass density, how much would a body weigh halfway down to the center of the earth if it weighed 250 Newton on the surface? എടാ ഒരു എർത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യൂണിഫോം മാസ് ഡെൻസിറ്റി ഉള്ള ഒരു സ്ഫിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഗുഡ് സോനു, correct answer. How much would a body weigh halfway down to the center of the earth if it is weighed 250 Newton on the surface? നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡാ. എന്താ പരിപാടി? We have g dash is equal to the depth in the relation. G dash is equal to 1 minus d by r എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ? ഇവിടെ d എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് വേ ഡൗൺ ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആണ്. സോ re by 2 ആണ് ഇവിടെ. Okay, so this is equal to g into 1 minus 1 by 2 എന്ന് വരും. That is equal to half g എന്ന് വരും. Clear? That is equal to half g എന്ന് വരും. Okay, g by 2 എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ഓഫ് ദ ബോഡി കാണണം. വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ജി ഡാഷ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എം ജി ബൈ 2. അപ്പോൾ 250ൻ്റെ നേരെ പകുതി എത്ര? 125 ന്യൂട്ടൺ. ഗുഡ്. മിന്നൽ മുരളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാ? സോനു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? എ റോക്കറ്റ് ഇസ് ഫയർഡ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 5 km/s from the earth's surface. How far from the earth does the rocket go before returning to the earth? എർത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഈ റോക്കറ്റ് എത്ര ദൂരം പോകുന്നു? അപ്പം നമ്മൾ എങ്ങനെയാ കാണാം നമ്മൾ പറഞ്ഞേ? How will you see the answer? How will you find the answer? ഒരു റോക്കറ്റിനെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ് വിത്ത് സ്പീഡ് 5 km/s ഫ്രം ദ എർത്ത് സർഫസ്. എത്ര ദൂരം പോവും ഈ റോക്കറ്റ് എർത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ മുന്നേ ആയിട്ട്? നമ്മളെങ്ങനെ കാണും? ഇവിടെടാ നമ്മളെന്താ കൺസെപ്റ്റ് എന്താണ്? എനർജി കൺസർവേഷൻ ആയിരിക്കും അല്ലേ? നമ്മുടെ റോക്കറ്റിനെ നമ്മൾ വിട്ട ആ പോയിന്റിൽ എത്തുന്ന സമയത്തുള്ള എനർജിയും ഇവിടെ നമ്മൾ വിട്ടപ്പോഴുള്ള എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. റൈറ്റ്? The total energy will always be conserved. Total energy എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? kinetic energy plus potential energy ആയിരിക്കും. Okay, kinetic energy plus potential energy ആയിരിക്കും. So we can write that is equal to half mv square plus minus gmm by re എന്ന് എഴുതാം. Okay, clear? minus gmm by re എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി മൈനസ് gmm by r ആണല്ലേ? അറിയുന്ന കാര്യമല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണണം? ടോട്ടൽ ഫൈനൽ എനർജി ഓഫ് ദ റോക്കറ്റ് കാണണം. ഓക്കെ, അപ്പോൾ ഈ റോക്കറ്റ് ഇങ്ങനെ പോയി ഒരു പോയിന്റിൽ ഇങ്ങനെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ പോയിന്റിലേക്ക് ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ വെലോസിറ്റി എന്താവും? 0 ആയിരിക്കും. സോ ടോട്ടൽ ഫൈനൽ കൈനറ്റിക് എനർജി കാണുന്ന സമയത്ത് v velocity will be equal to 0. അപ്പോൾ kinetic energy എന്തായിക്കൂടാ? 0 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ടോട്ടൽ എനർജി എത്ര ആയിരിക്കും? അവിടുത്തെ ടോട്ടൽ എനർജി will be equal to minus gme by re plus h ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോയിട്ടല്ലേ? റൈറ്റ്? അപ്പോൾ gmem by re plus h ഉണ്ടാവും. ക്ലിയർ? ഇനി നമുക്ക് എന്ത് വേണം? ഈ എനർജി കൺസർവേഷൻ പ്രകാരം ടോട്ടൽ എനർജി, ഫൈനൽ ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു ഇനീഷ്യൽ ടോട്ടൽ എനർജി. സോ വി ക്യാൻ റൈറ്റ് ഹാഫ് mv സ്ക്വയർ മൈനസ് gmem by re is equal to minus gmem by re plus h. ഈ h ആണ് നമുക്ക് കാണാനുള്ളത്. ക്ലിയർ? ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് gmem by re പ്ലസ് h. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അവിടെ നിന്ന് h കാണണം. ഓക്കെ, h കാണുന്ന സമയത്ത് യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു സോൾവ് ചെയ്യണോ? ഓർ യു വോണ്ട് റൈറ്റ് ദ h നേരെ എഴുതണം, അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. മൈനസ് gmem by re പ്ലസ് h പ്ലസ് gmem by re എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു gmem നമ്മൾ കോൺസ്റ്റന്റ് എടുത്തു ഇൻറ്റു 1 by re മൈനസ് 1 by re പ്ലസ് h എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു gmem ഇൻറ്റു re പ്ലസ് h മൈനസ് re എന്ന് പറയുന്നത് h ബൈ re ഇൻറ്റു re പ്ലസ് h എന്ന് വരും. ക്ലിയർ?
ക്ലിയർ? അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കി എഴുതാം? അപ്പോൾ ഈ ഹാഫ് mv² ആണിത്. സോ ഈ എമ്മും ക്യാൻസലായി. സോ 1/2 GME ഈസ് ഈക്വൽ ടു h/RE ഇൻറ്റു RE പ്ലസ് h ആയി. ഓക്കെ ഓക്കെ, h/RE ഇൻറ്റു RE പ്ലസ് h ആയി. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ജീനെ മാറ്റാടാ. ഈ ജീനെ നമുക്ക് 2 ഇൻറ്റു g ഈസ് ഈക്വൽ ടു വി ഹാവ് g ഈക്വൽ ടു റൂട്ട് ഓഫ് GM/R² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് g² is equal to GM/R² ഇല്ലേ? സോ യു ക്യാൻ റൈറ്റ് g is equal to GR²/m എന്ന് എഴുതാം. സോ യു ക്യാൻ റൈറ്റ് GR² ഇൻറ്റു ME/ME is equal to h/RE ഇൻറ്റു RE പ്ലസ് h എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ഈ ME ക്യാൻസലായി. പിന്നെയോ ഒരു REയും ഇവിടുത്തെ ഒരു REയും ക്യാൻസലായി. സോ 1/2 GRE ഈസ് ഈക്വൽ ടു h/RE പ്ലസ് h എന്ന് എഴുതി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു RE പ്ലസ് h ഈസ് ഈക്വൽ ടു h ഇൻറ്റു 2GRE എന്ന് കിട്ടി. RE പ്ലസ് h ഈസ് ഈക്വൽ ടു h ഇൻറ്റു 2GRE എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി h ഈസ് ഈക്വൽ ടു കാണണം. ഓക്കെ, so h is equal to 2GRE h minus RE എന്ന് കിട്ടും. ഓക്കെ, 2GRE h minus RE എന്ന് കിട്ടും. ഇവിടെ നീ h അങ്ങോട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? we can ഓൾമോസ്റ്റ് എത്ര? ഇവിടെ ഒരു v² ഇല്ലേ? അതിന് നമ്മൾ എന്താക്കി? v² ഉണ്ട് ഇവിടെ. ദിസ് ഇസ് v². ഓക്കെ, ഇവിടെ ഒരു v² ഉണ്ടാവും. സോ RE പ്ലസ് h ഇൻറ്റു v² ഇസ് ഈക്വൽ ടു h ഇൻറ്റു, അങ്ങനെ എഴുതാൻ പറ്റില്ല. സോ h ഇൻറ്റു 2GRE എന്ന് വരും. ഓക്കെ, സോ RE പ്ലസ് h ഇൻറ്റു v² ഇസ് ഈക്വൽ ടു h ഇൻറ്റു 2GRE എന്ന് വരും. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു RE v² പ്ലസ് HRE ഇസ് ഈക്വൽ ടു 2GRE h എന്ന് വരും. ഓക്കെ, from here you can write RE v² is equal to 2GRE h minus HRE എന്ന് വരും. That is equal to h into 2GRE minus RE എന്ന് വരും. So you can write h is equal to RE v² by 2GRE minus RE എന്ന് എഴുതാം. ക്ലിയർ? ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എർത്ത് ഉണ്ടാവും അല്ലേ? റേഡിയസ് ഓഫ് ദ എർത്ത് ഇല്ലേ? തന്നിട്ടില്ലേ? റേഡിയസ് ഓഫ് ദ എർത്ത് തരേണ്ട ആവശ്യമില്ല. റേഡിയസ് ഓഫ് എർത്ത് RE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, G സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ തന്നിരിക്കും. ഇങ്ങനെ തന്നെയല്ലേ ഇക്വേഷൻ വരിക? ഓ യെസ്, ഇവിടെ പ്രശ്നമുണ്ട്. HV² ആയിക്കോട്ടെ, അത് HV² ആണ് കേട്ടോ അത്. So you can write RE v² plus HV². അപ്പോൾ v² into RE plus h എന്ന് വരും. So ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് you will get the equation will be like 2GRE minus v² എന്നാണ് വരിക കേട്ടോ. RE v² by 2GRE minus v² എന്ന് വരിക. ഈ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് you will get the answer 1.6 into 10 power 6 meter എന്ന് വരും. ക്ലിയർ? 1.6 into 10 power 6 meter എന്ന് വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 ക്വസ്റ്റ്യനും കൂടി ഉള്ളത് കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ, സോ ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് എ പ്രൊജക്ടൈൽ ഓൺ ദ എർത്ത് സർഫസ് ഈസ് 11.2 km/s. A body is projected out with thrice this speed. What is the speed of the body far away from the earth? അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 11.2 km/s ആണ്. ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഉള്ള സ്പീഡിൻ്റെ 3 ടൈംസ്, 3 അധികമായിട്ടാണ്. ഓക്കെ, അതിൽ വെച്ചിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡി എർത്തിൽ നിന്ന് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്പീഡ് എന്താണെന്ന ക്വസ്റ്റ്യൻ നമ്മളെങ്ങനെയാണ് കാണുക? എടാ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രൊജക്ഷൻ വെലോസിറ്റി എന്ന് പറയുന്നത്, പ്രൊജക്ഷൻ വെലോസിറ്റി പ്രൊജക്ഷൻ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു പ്രൊജക്ഷൻ എസ്കേപ്പ് വെലോസിറ്റി ആണ് അല്ലേ? പ്രൊജക്ഷൻ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എസ്കേപ്പ് വെലോസിറ്റി, 3VE ആണ്. ഓക്കെ, 3VE ആണ്. അവിടെ നമുക്ക് എന്ത് കാണാം? മാസ് ഓഫ് ദ പ്രൊജക്ടൈൽ നമ്മൾ M ആക്കി എടുക്കുകയാണ്. M ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രൊജക്ടൈൽ അല്ലെങ്കിൽ മാസ് ഓഫ് റോക്കറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ വെലോസിറ്റി കുറേ ദൂരം കഴിഞ്ഞതിന് ശേഷം പോണ വെലോസിറ്റി നമ്മൾ V far away എന്ന് വിളിക്കാം. ഓക്കെ, വെലോസിറ്റി വിച്ച് ഇസ് ഫാർ എവേ.
Okay, so Vp is equal to 3 VE, mass and velocity which is far away ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എടാ എനർജി കൺസർവേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ we have total initial kinetic energy at the surface of the earth. നമ്മൾ എർത്തിന്റെ സർഫസിൽ അതിൻ്റെ ടോട്ടൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും മക്കളെ? which will be equal to half m into total initial energy ആണ് കേട്ടോ. half m into Vp square in the projection velocity minus half m into VE square ആയിരിക്കും. കാരണം എന്താ PDF ഇടാം കേട്ടോ. കാരണം എന്താണ്? ഹാഫ് എം വി പി സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഇ സ്ക്വയർ ആണ്. അതിൻ്റെ റീസൺ എന്താ? ഈ ഹാഫ് എം വി ഇ സ്ക്വയർ എന്നുള്ളത് എന്തായിരിക്കും? ഈ ബോഡീനെ നമ്മൾ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് എന്ത്? ഹാഫ് എം വി ഇ സ്ക്വയർ. സോ എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്തിട്ടുണ്ടാവും? ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. സോ വി ഹാവ് ടു അതിനുണ്ടാകുന്ന പ്രൊജക്ഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര? കൈനറ്റിക് എനർജി ടോട്ടൽ എന്തായിരിക്കും? ഹാഫ് എം വി പി സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഇ സ്ക്വയർ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ ഹാഫ് എം വി പി സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഇ സ്ക്വയർ, വി എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ ആയിരിക്കും. ഇനി കുറേ ദൂരം എത്തിക്കഴിഞ്ഞാൽ, കുറേ ദൂരം പോയി കഴിഞ്ഞാൽ അതിൻ്റെ എനർജി എത്രയായിക്കൂടാ? ഹാഫ് എം വി എഫ് സ്ക്വയർ ആയിരിക്കും. ക്ലിയർ? കുഴപ്പമില്ല ഷിഫ. സോ ഹാഫ് എം വി എഫ് സ്ക്വയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എന്തായിരിക്കൂടാ? ഹാഫ് എം വി പി സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഇ സ്ക്വയർ ആൻഡ് ഫൈനൽ എന്നാണെന്ത്? ഹാഫ് എം വി എഫ് സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി കൺസർവേഷൻ പ്രകാരം ഹാഫ് എം വി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി പി സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഇ സ്ക്വയർ. ഈ വി പി എന്ന് പറയുന്നത് എന്താണ്? 3 VE ആണ്, റൈറ്റ്? സോ ഹാഫ് എം ഇൻറ്റു 3 VE സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഇ സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ. സോ 3m VE സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി എഫ് സ്ക്വയർ. അപ്പോൾ ഇതും ക്യാൻസലായി. സോ വി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6 VE സ്ക്വയർ ആയിരിക്കും. VE എന്ന് പറയുന്നത് 11.2 km/s അല്ലേ? സോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. സോ വി എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 VE സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ഈക്വൽ ടു 31.68 km/s ആയിരിക്കും കേട്ടോ. കിട്ടുന്ന ആൻസർ 11.2 ആണ് നമ്മുടെ VE. സോ VE സ്ക്വയർ എടുക്കുന്ന സമയത്ത് 11.2ൻ്റെ സ്ക്വയർ വരും ഇൻറ്റു 6, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ 31.68 എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എ സാറ്റലൈറ്റ് ഓർബിറ്റ്സ് ദ എർത്ത് അറ്റ് എ ഹൈറ്റ് ഓഫ് 400 km above the surface. Okay, how much energy must be expended to rocket the satellite out of the Earth's gravitational influence? നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിന് പുറത്തേക്ക് കടപ്പിക്കാൻ എത്ര വേണ്ടി വരും? എത്ര വേണ്ടി വരും? അതിൻ്റെ ടോട്ടൽ എനർജീൻ്റെ അത്ര തന്നെ വാല്യൂ ആയിരിക്കില്ല അല്ലേ? നമ്മളിപ്പോൾ ഒരു ബോഡിക്ക് ഒരു ടോട്ടൽ എനർജി ഉണ്ട്. ആ എനർജി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഉള്ളിൽ നിൽക്കുന്നത്. ആ എനർജീൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അത്ര തന്നെയുള്ള ഇതിനൊരു നെഗറ്റീവ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് പുറത്തേക്ക്, ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിൽ നിന്ന് ഔട്ടായി പോകും, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് കണ്ടാൽ മതി? ടോട്ടൽ എനർജി കണ്ടാൽ മതി, എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി, പോരെ? അപ്പോൾ നമ്മൾ കാണാൻ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? ആ ഒരു ഹൈറ്റിൽ, പെർട്ടിക്കുലർ ഹൈറ്റിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ദാറ്റ് ഈസ് മൈനസ് GMEM/RE പ്ലസ് H ആയിരിക്കും. ഓക്കെ, ഇവിടുന്ന് നമുക്കറിയാം എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രടാ? That is equal to root of GME/R അല്ലേ? So we can write GME/RE plus H എന്ന് എഴുതാം. സോ ഓർബിറ്റൽ വെലോസിറ്റി VO എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ അതന്നെയാണ് എന്ത്? നമ്മുടെ V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എനർജി എന്നുള്ള സാധനങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് GMEM/RE പ്ലസ് H എന്ന് കിട്ടും. ഓക്കെ, ഇതാണെന്ത്? നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന സാധനം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വാല്യൂ 5.9 × 10⁹ എന്ന് കിട്ടും മൈനസ്. ഇത് ടോട്ടൽ എനർജിയാണ്. ഇതിൻ്റെ നെഗറ്റീവ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ സാധനത്തിനെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസിൽ നിന്നും പുറത്താക്കാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ ഗീവ് പ്ലസ് 5.9 × 10⁹. സോ ദ ടോട്ടൽ വാല്യൂ വിൽ ബി
5.9 into 10 power 9 ആയിരിക്കും. Clear? Okay? Clear അല്ലേ? So this is the answer. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? നമ്മളൊരു ബോഡി ടോട്ടൽ എനർജിയാണ് എന്താ അതിൻ്റെ ബൈൻഡിങ് എനർജി, ടോട്ടൽ ബൈൻഡിങ് എനർജി. അതിൽ പുറത്തേക്ക് അതില്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ വാല്യൂ എനർജി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സാധനത്തിന് നമുക്ക് ഭൂമിയിൽ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിൽ നിന്ന് നമുക്ക് പുറത്താക്കാം. ക്ലിയർ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ചോദിക്കുക, 9745302200. ക്ലിയർ? ഓക്കെ, യു ക്യാൻ ആസ്ക് എനി ഡൗട്ട്. ഫൈൻ. സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ അറ്റൻഡിങ് ദ ലൈവ്. സോ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, ഫൈൻ. സോ ഡോപ്പയിൽ ചേരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഡോപ്പയിൽ ചേരാം. നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ട്, നീറ്റിന് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ക്രാഷ് കോഴ്സ് ഉണ്ട്. യു ക്യാൻ എൻ്റർ ദ ക്രാഷ് കോഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് ക്ലാസ് റൂം, ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന ഹൈബ്രിഡ് ക്ലാസ് റൂം ഇവിടെ കോഴിക്കോട് ടൗണും നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ ഓഫ്ലൈനായിട്ട് ഡോപ്പയിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഹൈബ്രിഡിൽ വന്നിട്ട് പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു, ബൈ, സീ യു.